ഹലോ സ്റ്റുഡൻസ്, മനോരമ ഹൊറൈസന്റെ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഗ്രേഡ് 9 കെമിസ്ട്രിയുടെ പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പേര് ആസിഡ് ബേസസ് ആൻഡ് സോൾട്സ് എന്നാണ്. ഓക്കെ, എന്താണ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് കമ്പൗണ്ടിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ആൾക്കാർ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. ആസിഡ്സ് എന്താണ്, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആസിഡുകൾ മലയാളത്തിൽ എന്താ പറയുക, അമ്ലങ്ങൾ എന്ന് പറയും. എന്താണ് അമ്ലം എന്ന് പറയും. ബേസസ് ആണെങ്കിലോ ക്ഷാരം അഥവാ ക്ഷാരഗുണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലയാളം മീഡിയം പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ സോൾട്ട് എന്ന് വെച്ചാൽ എന്താ, ലവണങ്ങൾ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മുന്നേ കേട്ട അറിവുള്ള കാര്യങ്ങളാണ് അല്ലേ, ആസിഡ് ബേസ് സോൾട്ട്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആസിഡ് ഉണ്ട്, ബേസസ് ഉണ്ട്, അതുപോലെ സോൾട്ട്സ് ഉണ്ട്. അപ്പൊ ഇത് മൂന്നും തമ്മിൽ എങ്ങനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാം, ഇവർ 3 ആൾക്കാർ തമ്മിലുള്ള ബന്ധം എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ആസിഡ്സ് ബേസസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ മൊത്തത്തിൽ ചുറ്റുപാട് എല്ലാ ഭാഗത്തും ആസിഡും ബേസിസും ഇല്ലാത്ത സാധനങ്ങൾ വളരെ കുറവ്. എല്ലാത്തിലും ഒരു അമൗണ്ടിൽ ആസിഡിക്കും അല്ലെങ്കിൽ ബേസിക് ക്യാരറ്റ്. ഇപ്പം നമ്മൾ ചെടിയൊക്കെ നടാൻ നോക്കുക, കൃഷി നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു ചട്ടിയിൽ ചെടി നടുവാണെങ്കിൽ മണ്ണിന്റെ പി എച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പെർട്ടിക്കുലർ പി എച്ചിലാണ് ചെടികൾ നന്നായി വളരുക. ചില പി എച്ച് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ പി എച്ച് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സാധനങ്ങൾ ഇടും. ഇനി പി എച്ച് കുറവാണെങ്കിൽ പി എച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചില സാധനങ്ങൾ നമ്മൾ ഇടും. അപ്പൊ പി എച്ച് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പി എച്ച് നിങ്ങൾ എവിടെ കണ്ടു, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ ഈ പുളിയില്ലേ, പുളി രുചിയാണ് നമ്മൾ ബേസ് ചെയ്യുക. അസിഡിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്ന ടേസ്റ്റ് എന്താണ്, ഒരു സോർ ടേസ്റ്റ് ആണ്. സോർ ടേസ്റ്റ് അല്ലെങ്കിൽ എന്ത്, ഒരു പുളി രുചി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, അസിഡിക് ആണ് നമ്മൾ പറയുന്നത്. ഇനി ബേസിക് ആകുമ്പോൾ എങ്ങനെയാണ്, ഒരു ബിറ്റർ ടേസ്റ്റ് ആണ്, ഒരു ചവർപ്പ് രുചിയാണ് നമ്മൾ ബേസിക് എന്ന് പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ്, ബേസിക് ആ ബേസ് അല്ല, ആ ബേസിന്റെ ബേസിക് അല്ല, ബേസിക് ഫണ്ടമെന്റലി നമ്മൾ എന്താണ് ആസിഡും ബേസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും രുചി കൊണ്ട്. പക്ഷെ എല്ലാ ആസിഡും നമുക്ക് രുചിച്ചൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആസിഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ കുറച്ചുകൂടി നല്ല ഹാർഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് എടുത്ത് കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ ടേസ്റ്റും ഓക്കെ ആസിഡിന്റെ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വല്ല നൈട്രിക് ആസിഡ് അങ്ങാറ്റം കയറി ടേസ്റ്റ് നോക്കിയത് മാത്രമേ ഓർമ്മയുണ്ടാവും. പിന്നെ നേരെ നമുക്ക് സ്വർഗത്തിലോ നരകത്തിലോ ആകാശത്തിലോ ആ പാതാളത്തിലോ എങ്ങോട്ട് വേണമെങ്കിൽ പോയി തപ്പി പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, വളരെ വളരെ ഡേഞ്ചറസ് ആണ്. മുന്നേ ഞാനിങ്ങനെ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വസ്ത്രത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലായിക്കോട്ടെ ആസിഡ് വീണ് കഴിഞ്ഞാൽ പൊള്ളൽ ഉണ്ടാകാനും ഇപ്പൊ വസ്ത്രത്തിലൊക്കെ ആണെങ്കിൽ തുള വീഴാനും ഒക്കെ കീറാനൊക്കെ വളരെ വളരെ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആസിഡുകൾ. അപ്പൊ നമുക്ക് വെറുതെ ഈ രുചി നോക്കിയിട്ട് മാത്രം ആസിഡ് ആണോ ബേസ് ആണോ കണ്ടുപിടിക്കുന്ന ആ രീതി എന്ന് വെച്ചാൽ മഹാമണ്ടത്തരാണ്. ഇത് ആസിഡും ബേസിന്റെ കാര്യത്തിലല്ല, ഏത് കെമിക്കൽ ആയാലും അതിനെ മണത്തിട്ടും രുചിച്ചിട്ടും അത് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിലും ഡേഞ്ചർ ആയിട്ട് ഒരു പരിപാടി നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇത്തരത്തിൽ ഡേഞ്ചറായിട്ടുള്ള വഴികളിലൂടെ അല്ലാതെ നമുക്ക് അസിഡിക്കും ബേസിക്കും ആണെന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും, അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ട കുറച്ച് എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് ആസിഡിക്കിന്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ ബേസിക്കിന്റെ കാര്യത്തിലും ബേസിക് ക്യാരക്ടർ, അങ്ങനെ ആസിഡിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബേസിക് ക്യാരക്ടർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതുകൂടി നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതുവരെ കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല, ബട്ട് സ്റ്റിൽ ലോകത്തിൽ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്, ഇനി നടക്കാൻ കൂടുതൽ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് സയന്റിസ്റ്റുകൾ പറഞ്ഞത്. എന്താണത്, അതെ ആസിഡ് റെയിൻ അഥവാ അമ്ല മഴ എന്നറിയപ്പെടുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താണ്, ഈ പൊല്യൂഷന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ നമ്മൾ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ ആസിഡ് മഴ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ നടക്കുന്നു, അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു ഹോപ്പ്. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്ന ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പക്ഷേ മെയിൻ ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധ എന്ന് വെച്ചാൽ ആസിഡിന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അതിനുവേണ്ടി അതിന് ഐഡന്റിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. എക്സ്പെരിമെന്റ് ആയിട്ട് തന്നെ നമ്മൾ മുന്നേ നിങ്ങളോട് പറഞ്ഞ എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ ഇവിടെയും എങ്ങനെയാണ് എക്സ്പെരിമെന്റൽ വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആസിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കലായിട്ട് ആസിഡ് എന്താണ്, ആസിഡിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എല്ലാ ആസിഡിന്റെ ഉള്ളിലും കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആൽക്കലി ബേസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ബേസ് എന്ന് പറയുന്ന കൂടെ തന്നെ നിങ്ങൾ കേട്ടൊരു വാക്കാണ് ആൽക്കലീസ്. ശരിക്കും രണ്ടും സെയിം ആണോ, ഈ ബേസും ആൽക്കലീസ് സെയിം ആണോ, അവർ തമ്മിൽ എന്താ വ്യത്യാസം, ഇതേ ഒരു ചോദ്യം നമ്മൾ ഒന്നുകൂടി കാണും. ആ സമയത്ത് നമ്മൾ ഇതിന്റെ ഉത്തരം വിശദമായി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഏകദേശം ആസിഡ് ബേസ് സോൾട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ആസിഡും ബേസും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, സോൾട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് വെച്ചാൽ ജനറലി ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ മെറ്റൽസിന്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്, മെറ്റൽസും
അല്ലെങ്കിൽ ഹൈഡ്രജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ സോൾട്ടുകൾ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ മെറ്റൽ സോൾട്ടുകൾ എന്ന് വെച്ചാൽ ലവണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുകിൽ ആസിഡും ബേസും കൂടി ചേർന്നിട്ട് അതിന്റെ കൂടെ നമുക്ക് ലവണങ്ങൾ അഥവാ സോൾട്ട്സ് ഉണ്ടാവാം. മെറ്റലും ഹൈഡ്രജനും കൂടി ചേർന്ന് സോൾട്ട് ഉണ്ടാവും. സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾട്ട് എന്ന് വെച്ചാൽ സോൾട്ടിൽ രണ്ട് ആൾക്കാരുണ്ടാവും. എന്താണ്? ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ അതിനെ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം വാട്ടർ ഒരു സോൾട്ട് അല്ല, പക്ഷെ സോഡിയം ക്ലോറൈഡ് അതൊരു സോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ അതിലെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? മിക്കവാറും മെറ്റൽസ് ഒക്കെ അതിൽ ഉണ്ടാവാം. സോൾട്ടുകൾ ഫോം ചെയ്യുമ്പോൾ മെറ്റൽ ഉണ്ടാവാം. ഓക്കെ, അതാണ് നമുക്ക് എളുപ്പത്തിൽ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. സോൾട്ടുകൾ എന്ന് വെച്ചാൽ അല്ലാതെ ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ നോൺ മെറ്റൽസ് വഴി നമുക്ക് സോൾട്ടുകൾ ഉണ്ടാവുന്നില്ല. സോൾട്ടുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിൽ മെറ്റൽസ് ഉണ്ടാവും. ഓക്കെ, അത് മെറ്റൽസിന്റെ ഡിസ്കഷൻ. ആസിഡും ബേസും കൂടി ചേർന്ന് കഴിഞ്ഞാലും സോൾട്ട് ഉണ്ടാവും. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അതിപ്പം ഈ ഒരു വീഡിയോയുടെ പോർഷൻ അല്ല, അടുത്ത വീഡിയോയിലായിട്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വീഡിയോയുടെ ഡിസ്കഷനിലേക്ക് നമ്മൾ രണ്ടാൾക്കാരെ മെയിൻ ആയിട്ട് പരിചയപ്പെടും. ആസിഡ്സ് എന്താണെന്നും ബേസസ് എന്താണ്. ആസിഡ്സിന്റെ ഐഡന്റിഫിക്കേഷൻ പഠിക്കും, ആസിഡിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണും, ആസിഡ് റെയിൻ എന്താണെന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസ് എന്താണെന്ന് പഠിക്കും. ബേസിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ പാർട്ടിൽ ഏകദേശം ഒരു ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി വേഗം അടുത്ത പോർഷനിലോട്ട് കടക്കാം. നമ്മൾ എന്താണ് ആദ്യത്തെ ഞാൻ പറഞ്ഞു ഐഡന്റിഫൈ ചെയ്യാനാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ രുചിയല്ലാതെ വേറൊരു വഴി എന്ന് വെച്ചാൽ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആസിഡും ബേസിസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ലിറ്റ്മസ് പേപ്പർ എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും? രണ്ട് ടൈപ്പ് ലിറ്റ്മസ് പേപ്പർ ഉണ്ട് അല്ലേ? ഒന്നെന്താണ്? ഒന്ന് റെഡ് ലിറ്റ്മസ് പേപ്പറും ഒന്ന് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ആ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരെ ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യണം. അപ്പം ആസിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ ആസിഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ആക്കും. ആസിഡ് എന്താണ് ചെയ്യുക? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കും. എന്നാൽ റെഡ് ലിറ്റ്മസ് പേപ്പറിനെയോ? റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ആസിഡ് റെഡ് തന്നെ ആക്കും. അത് ഇവിടെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ അത് റെഡ് ആക്കും. റെഡ് ലിറ്റ്മസ് പേപ്പറിന് പ്രത്യേകിച്ച് കളർ ചേഞ്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആസിഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാൻ നല്ലത്? റെഡ് ആണോ ബ്ലൂ ആണോ? ഡെഫിനറ്റ്ലി ബ്ലൂ ആണ്. കാരണം ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതേ കാര്യം ഞാൻ ബേസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലോ? ബേസ് ആണെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കും? അത് ബ്ലൂ ആക്കും. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കും? അത് ബ്ലൂ ആക്കും. അതുപോലെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, ഞാൻ ബേസിന്റെ പ്രസൻസ് ബേസിനോട് ഞാൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ കുറച്ച് ബേസ് ഒറ്റിച്ചു, അതായത് ഡ്രോപ്പ് ആയിട്ട് ബേസ് ആഡ് ചെയ്തു. അപ്പൊ എന്തുണ്ടാവും? അതിന്റെ കളർ മാറുമോ? ഇല്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ബേസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഏത് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കണം? റെഡ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കണം. ഇനി ആസിഡ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതിന് എന്ത് ഉപയോഗിക്കണം? അതിന് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ബേസ് എന്ന് പറയുമ്പോൾ ബേസിന് ബ്ലൂ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. ബാക്കിയൊക്കെ അതിന്റെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും. ബേസിന് ബ്ലൂ പറ്റില്ല, ബേസിന് ആര് പറ്റും? ബേസിന് റെഡ് മാത്രമേ പറ്റൂ. ആസിഡിന് എന്തായാലും ഓൾറെഡി റെഡ് ബേസിന് എടുത്തു. അപ്പൊ പിന്നെ ആസിഡിന് നമുക്ക് ഏതാ എടുക്കാൻ പറ്റും? ആസിഡിന് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ലിറ്റ്മസ് പേപ്പേഴ്സും 2 ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. അതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇത് 5 ഇവിടെ കണ്ടോ, ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ ഞാൻ 5 തരത്തിലുള്ള ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട്. 5 തരത്തിൽ ആസിഡും ബേസോ ഏതോ ആവാം. നമ്മളുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യലാണ്. അപ്പൊ നമ്മളുടെ കയ്യിൽ ഞാൻ ഇതും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് 2 ലിറ്റ്മസ് പേപ്പറും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ടെസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പൊ ആദ്യം ഞാൻ എടുത്തതാണ് വിനെഗർ. ആദ്യം ഞാൻ വിനെഗർ അഥവാ അസറ്റിക് ആസിഡ്, പേര് തന്നെ ആസിഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അത് ആസിഡ് ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യല്ലേ. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മുൻവിധി, അതായത് പ്രജുഡിസോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ, ആസിഡ് പേരിലുണ്ട് അതുകൊണ്ട് ആസിഡ് ആവണമെന്നുണ്ടോ? ഇല്ല. നമ്മളെല്ലാം കേട്ടപാടി അതുകൂടെ വിശ്വസിക്കരുത്. സയൻസ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ വെറുതെ ചുമ്മാ കേട്ടപാട് അപ്പൊ തന്നെ ഓക്കെ നമ്മൾ കേട്ടു സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്നു. അപ്പൊ തന്നെ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സയൻസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, ഭൂമി പടിഞ്ഞാറ് കിഴക്കോട്ട് വെച്ചാൽ നമുക്ക് എന്താ? സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിച്ചു നോക്കണം അതിനെന്താ തെളിവ്, അതെങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും? ശരി, പടിഞ്ഞാറിന് കിഴക്ക് ഉദിക്കുന്നത് പറഞ്ഞു, അതിനെ പറ്റിയ സോളിഡിഫൈ ചെയ്യുന്ന പ്രൂഫുകൾ എവിടെയെന്ന് ചോദിക്കണം. ഇവിടെയും ഞാൻ തന്നെ വിനെഗർ പേരിൽ അസറ്റിക് ആസിഡ് ഉണ്ട്, ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ തന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ചെറുതായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തു നോക്കണം. അപ്പൊ വിനെഗർ അഥവാ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ, അച്ചാറിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിനെഗർ, അതല്ലേ അസറ്റിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഞാൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തു, റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്തു. അപ്പൊ എന്താ വേണ്ടത്? ആസിഡ് ആണെങ്കിൽ ബ്ലൂ റെഡ് ആവണം. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തപ്പോൾ എന്തായി? നമുക്ക് ബ്ലൂ കളർ അത് റെഡ് ആയിട്ട് നമ്മൾ കണ്ടു. അപ്പൊ എന്താണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ റെഡ് ആയി കണ്ടതുകൊണ്ട് അത് ആസിഡ് ആണെന്ന് മനസ്സിലായി. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്താലോ? അത് റെഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? അത് ആസിഡ് തന്നെയാണ്. കൺഫേം ആയി. രണ്ടും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം അത് ആസിഡ് ആണ്. അടുത്ത ഞാൻ എടുത്തു ലെമൺ ജ്യൂസ്. സാധാരണ ലൈം ജ്യൂസ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ലെമൺ ജ്യൂസ് ഞാൻ എടുത്തു. ഓക്കെ, ലെമൺ ജ്യൂസ് എടുത്തിട്ട് ഞാൻ അതിലും ഇതേപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തു,
റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്തു. ഇവിടെ ഏതാണ്? ഇവിടെയും ഞാൻ കണ്ടത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവുന്നത് കണ്ടു. റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താണ്? അത് റെഡ് ആയിട്ട് തന്നെ നിന്നു. ഓക്കെ, അടുത്ത ഞാൻ എടുത്തു സോപ്പ് സൊല്യൂഷൻ. സോപ്പ് സൊല്യൂഷനിലും ഞാൻ നേരത്തെ പോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തു, റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്തു. ഇവിടെ എവിടെയാണ് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുക? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തപ്പം അത് ബ്ലൂ ആയിട്ട് തന്നെ നിന്നു. റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്തപ്പം അത് ബ്ലൂ ആയിട്ട് മാറി. റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സൊല്യൂഷൻ ആരാണ്? അവർ ബേസ് ആണ്. അപ്പൊ സോപ്പ് എന്താണ്? ഇത് രണ്ടെണ്ണം ആസിഡ് ആണെങ്കിൽ സോപ്പ് എന്താണ്? സോപ്പ് ഒരു ബേസ് ആണ്. അടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ഞാൻ എടുത്തു. ഇതുപോലെ തന്നെ 2 ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, ബ്ലൂ ഉണ്ട് കൂടെ റെഡും ഉണ്ട്. അപ്പൊ എന്താ കണ്ടത്? പോസിറ്റീവ് റിസൾട്ട് ഞാൻ ബ്ലൂവിൽ കണ്ടു. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി. പേരിൽ ആസിഡ് ഉള്ളതുകൊണ്ട് അത് ആസിഡ് ആണെന്ന് തോന്നും. അതെ, പക്ഷെ അങ്ങനെ നമ്മൾ അവിടെ ഒപ്പം തന്നെ കൺക്ലൂഡ് ചെയ്യാവോ? കൺക്ലൂഡ് ചെയ്യരുത്. അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതെ അത് ആസിഡ് തന്നെയാണ്. റെഡ് ലിറ്റ്മസ് പേപ്പർ വെച്ചപ്പം ഒരു കളർ ചേഞ്ചും കണ്ടില്ല. ഓക്കെ, കാരണം എന്താണ്? അത് ഓൾറെഡി റെഡ് ആണ്. ചിലപ്പോൾ റെഡിനെ റെഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇല്ല, അതുകൊണ്ടാണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മാറ്റിയപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അവസാനമായിട്ട് ലൈം വാട്ടർ. ലൈം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച കാൽസ്യം ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ലൈം വാട്ടർ എന്ന് വെച്ചാൽ കാൽസ്യം ഓക്സൈഡ് ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പൊ ലൈം വാട്ടറിൽ ഞാൻ ഇതേ പരിപാടി ചെയ്തു. ഞാനൊരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തു, റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്തു. എന്നിട്ട് നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കിയത്? അത് ബ്ലൂ ആക്കി. അപ്പൊ അതിനർത്ഥം എന്താണ് മക്കളെ? റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കിയത് കൊണ്ട് ലൈം വാട്ടർ ഒരു ബേസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് 2 ആൾക്കാർ ബേസ് കിട്ടി. ആരൊക്കെ? സോപ്പ് സൊല്യൂഷനും ബേസ് ആണ്, ലൈം വാട്ടറും ബേസ് ആണ്. ബാക്കിയുള്ള 3 പേരും ആരാണ്? ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ആസിഡിറ്റിയും ബേസിറ്റിയും നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ബ്ലൂ റെഡ് ആക്കുന്നതാണെങ്കിൽ അത് ബേസ് ആണ്. ഓക്കെ, സോറി, അത് ആസിഡ് ആണ്. റെഡ് ബ്ലൂ ആക്കുന്നതാണെങ്കിൽ അതെന്താണ്? അത് ബേസ് ആണ്. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ക്ലിയർ. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇതും കൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ഉപയോഗിക്കും. ഇത് വളരെ പ്രിമിറ്റീവായ മെത്തേഡാണ്. അതെന്ന് വെച്ചാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു തരത്തിലും ട്രൈ ചെയ്യരുത്. 3 പ്രാവശ്യം പറഞ്ഞു, ഇനി ട്രൈ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ടേസ്റ്റ് ഓഫ് ആസിഡ്. ഇത് ഞാൻ ആസിഡ് എന്ന് പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ആൾക്കാരെ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. എന്താണ്? ഒന്നാമത്തത് വിനെഗർ. വിനെഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിനാഗിരി എന്ന് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അച്ചാറിടാനും മറ്റു കറിയിലും മറ്റു സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് വിനാഗിരി എന്ന് പറഞ്ഞത്. വിനാഗിരി നേരെ തന്നെ ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അച്ചാറിലൊക്കെ ഒരു ടേസ്റ്റ്, ആ പുളി ടേസ്റ്റ് ഇല്ലേ, പുളിയുടെ ടേസ്റ്റ്. വിനഗിരി വേണ്ട, നമ്മുടെ സാധാരണ വീട്ടിലുള്ള പുളി ആയിക്കോട്ടെ, ചെറുനാരങ്ങ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ടേസ്റ്റില്ല, ഒരു പുളി ടേസ്റ്റ് ഇല്ലേ? അപ്പൊ അതിനർത്ഥം എന്താണ്? അതിൽ ആസിഡ് ഉണ്ടെന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ അതൊരു അസിഡിക് സാധനമാണ്. ഇനി അറിയാതെ ഇങ്ങനെ നിങ്ങൾ വായിൽ അലക്കുമ്പോഴാണെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയൊക്കെ അലക്കുന്ന സമയത്ത് ആ സൈഡിലൊക്കെ വാഷിംഗ് മെഷീന്റെയോ അല്ലെ അലക്ക് കല്ലിന്റെ ഒക്കെ സൈഡിൽ നിന്ന് ചിലപ്പം അറിയാതെ ഇങ്ങനെ വായിൽ അങ്ങനെ ഒരു തുള്ളി അങ്ങനെ വീണ് പോയി ഒരു ചാഫർക്ക് ഒരു വൃത്തികെട്ട ടേസ്റ്റ് ഉണ്ട്. ഒരു വായിൽ ഇറക്കാനും പറ്റില്ല, എന്നാൽ തുപ്പാനും പറ്റാനില്ല ഒരു അവസ്ഥയിൽ ഒരു ടേസ്റ്റ് വരും, ഒരു ചവർപ്പ ടേസ്റ്റ്, ഒരു ബിറ്റർ ടേസ്റ്റ്. അതെന്താണ്? അത് ബേസിനൊക്കെയാണ്. അതുപോലെ തന്നെ റോ വെജ് പച്ചക്കറികളില്ലേ, ഒന്നും അധികം വേവിക്കൊന്നും ആകാതെ ചില പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഈ ബീട്രൂട്ട് ഒക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്യാരറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ട്, ഒരു ചവർപ്പ് ടേസ്റ്റ് വരുന്നില്ലേ? അതിന് കാരണം എന്താണ്? അതിലുള്ള ബേസിക് ക്യാരക്ടർ കൊണ്ടാണ് നമുക്ക് ആ ഒരു വൃത്തികെട്ട ഒരു ചവർപ്പ് ടേസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ 2 മെത്തേഡ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ പഠിച്ചു. പക്ഷെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് വഴിയല്ല നമ്മൾ ജനറലി ആസിഡ് ആണോ ഇതൊക്കെ നമുക്ക് പ്രിലിമിനറി, നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട എക്സ്പെരിമെന്റ് നോക്കും. അതിന് ആദ്യത്തെ എക്സ്പെരിമെന്റ് ആണ്, നിങ്ങൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് തവണ കണ്ടൊരു എക്സ്പെരിമെന്റ് ആണ്. എന്ത്? മെറ്റലും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. എന്താണ്? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? സിങ്ക് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു അല്ലേ? ആഡ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്തത്? പിന്നെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്? ഇങ്ങനെ കുറച്ച് സമയം അവിടെ വെച്ച്. അപ്പൊ നമ്മൾ കണ്ടു എന്താണ്? കുറച്ച് ബബിൾസ് താഴെ ഇങ്ങനെ മെല്ലെ വരുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ ബബിൾസ് എന്താണ്? ചെറിയ ചെറിയ ബബിൾസ് നമ്മൾ കാണുന്നുണ്ടേ. ഡൈലൂട്ട് HCl നമ്മൾ സിംഗിളായിട്ട് ആഡ് ചെയ്തപ്പോൾ എന്താ മനസ്സിലായി? ചെറിയ ചെറിയ ഡ്രോപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുക. അപ്പൊ ബബിൾസ് എന്താ? ഒരു ക്യൂരിയോസിറ്റി, ബബിൾസ് എന്താണെന്ന് അറിയാൻ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക്, അതായത് കത്തിച്ചു വെച്ച് ഒരു തീപ്പെട്ടി കൊള്ളിയോ, കത്തിച്ചു വെച്ച് എന്തേലും എടുക്കാം, പക്ഷെ അധികം അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിച്ചു വെച്ച് ഒരു ചെറിയ തീപ്പെട്ടി കൊള്ളി എടുത്തിട്ട് ദാണ്ടേ ഇതിന്റെ ഇവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ വെക്കുക. എന്താ ചെയ്യണ്ടേ? ഇവിടെ ഇങ്ങനെ നമ്മൾ കത്തിച്ചു വെച്ച ഒരു തീപ്പെട്ടി കൊള്ളി എടുത്തിട്ട് നമ്മൾ ഇവിടെ വെക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാ, ഒരു പോപ്പ് സൗണ്ടോട് കൂടി ഇതിങ്ങനെ പൊട്ടും. ബും, ഒരു പോപ്പ് സൗണ്ടോട്. ഞാൻ ഇവിടെ വരച്ചത് കണ്ടിട്ട് പൂമ്പാറ്റയാണെന്നൊന്നും വിചാരിക്കേണ്ടത്. പോപ്പ് സൗണ്ടോട് കൂടി അത് പൊട്ടുന്നു, അതായത് ഇത് കത്തുന്നു. അതായത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു സാധനം വെച്ചു. നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് നമ്മുടെ തീപ്പെട്ടി കൊള്ളി കത്തിച്ചിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ വായ്വിടെ ഓപ്പണിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു സൗണ്ടോട് കൂടി അതിങ്ങനെ കത്തുന്നത് കാണാം, പോപ്പ് സൗണ്ടോട് കൂടി. അപ്പൊ അതിനർത്ഥം എന്താണ് കാണിക്കുന്നത്? അത് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നതിന് അർത്ഥമാണ്.
അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത്? ആസിഡ്സിൽ മെറ്റലും റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ, അതാണ് ആസിഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള അടുത്ത മെത്തേഡ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായി? സിങ്ക് ക്ലോറൈഡും ഇവിടെ 2HCl ഉണ്ട് കേട്ടോ. സിങ്ക് പ്ലസ് 2HCl gives ZnCl2 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സാധനങ്ങൾ നമുക്ക് എന്ത് പറയാം? ആസിഡ് എന്ന് പറയാം. അപ്പൊ എന്താണ്? മെറ്റലിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ആരെ റിലീസ് ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സാധനങ്ങൾ എന്താണ്? അത് ആസിഡുകളാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? മെറ്റൽ ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കമ്പൗണ്ട്സ് എന്താണ്? അതിന് ആസിഡ് ആണ് നമുക്ക് പറയാം. നമുക്കൊന്നും അറിയില്ല, നമുക്കിപ്പോൾ ഒരു ലിക്വിഡ് തന്നു, പേരൊന്നും ഒട്ടിച്ചിട്ടില്ല, ടേസ്റ്റ് ഒന്നും നോക്കാൻ നമുക്ക് പറ്റില്ല, ലിറ്റ്മസ് പേപ്പർ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, മെറ്റലായിട്ട് സിങ്കോ സോഡിയോ ഇല്ല, സോഡിയം വെച്ചാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, സിങ്ക് ഉണ്ടെന്ന് ഇരിക്കാം, നിങ്ങൾക്ക് സിങ്കും തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കുറച്ച് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നിട്ടുണ്ട്, നിങ്ങൾ അടുത്തൊരു തീപ്പെട്ടിയുണ്ട്, നിങ്ങളോട് ചോദിക്കുക ഈ തന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് ഇവിടെ ചെയ്തിട്ട് നമ്മുടെ മാച്ചിക്ക് വെച്ചിട്ട് പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്നുണ്ട്, അതിന് അർത്ഥം എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്തിട്ടുണ്ട്. മെറ്റൽ എന്തിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യാന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ള ആരുടെ കൂടെയാണ്? ആസിഡ്സിന്റെ കൂടെയാണ്. അപ്പൊ നമുക്ക് ആസിഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. ഒരു മെത്തേഡ് പഠിച്ചു. ഇനി അടുത്തൊരു മെത്തേഡ്സ് എന്ന് വെച്ചാൽ മെറ്റൽസ് അല്ല. ഇനി മെറ്റൽസ് ഒന്നും നമ്മളെ ഇല്ല, നമ്മളെ കാർബണേറ്റ്സ് ആണ്. അപ്പൊ കാർബണേറ്റ്സ് ഏറ്റവും വലിയ എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. നമ്മളിവിടെ മാർബിളിൽ കാണുന്നത്, അതുപോലെ മുട്ടത്തോടിലൊക്കെ കാണുന്ന സാധനമാണ് കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, അപ്പൊ കാൽസ്യം കാർബണേറ്റ് ചെറിയ ചെറിയ പൊടിയാക്കിയിട്ട് നമുക്ക് എവിടെ എടുക്കാം? ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. ഓക്കെ, ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളിവിടെ തിസിൽ ഫണൽ എന്ന് എഴുതിയ ഒരു സംഭവത്തിലൂടെ നമ്മൾ ആഡ് ചെയ്യും. എന്തോ മക്കൾ ഈ തിസിൽ ഫണൽ എന്ന് വെച്ചാൽ? തിസിൽ ഫണൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല. നമുക്കിപ്പം സാധാരണ ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യാം, അതായത് ടെസ്റ്റ് ട്യൂബിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം, ഒരു ലിക്വിഡ് ആഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കാപ്പിലറി ഞാൻ എടുത്തു. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് ബോട്ടം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതില്ല, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് ഞാൻ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഈ റൗണ്ട് സാധനം ഇല്ലാത്തൊരു സാധനം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ ആഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും. എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം അളവിൽ ആസിഡ് ആഡ് ചെയ്തെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ചെറിയ ഒരു ഓപ്പണിംഗ് മാത്രമുള്ള ചെറിയൊരു കാപ്പിലറിയിൽ കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ആവശ്യത്തിലധികം ചിലപ്പോൾ ആസിഡ് ആഡ് ചെയ്തു, നമുക്ക് അത്ര വേണോ? വേണ്ട, നമുക്കൊരു കൺട്രോൾ വേണം, ഒരു പരിധി കൂടുതൽ ആഡ് ചെയ്യരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ റൗണ്ട് ആയിട്ടുള്ള ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുമെന്ന് അറിയോ? നമ്മൾ ഇതുവഴി ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു വരും, അതിനുശേഷം മാത്രമേ താഴോട്ട് പോകും. അപ്പൊ നമുക്ക് ഏകദേശം ഈ നിറഞ്ഞു വരുന്നതൊക്കെ ചെറിയൊരു അടയാളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫില്ലായി നിന്നുകൊള്ളും, ഓവർഫ്ലോയോ അല്ല അധികമായി ആഡ് ചെയ്യുന്ന ഒരു പേടിയില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിസിൽ ഫണൽ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ തിസിൽ ഫണലിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് കണ്ടോ, ഇവിടുന്ന് ഡ്രോപ്പ് ആയിട്ട് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവിടെ ആഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പൊടിയായിട്ടോ കഷ്ണമാക്കിയിട്ട് വെച്ച കാൽസ്യം കാർബണേറ്റിലോട്ട് ആഡ് ചെയ്തു. എക്സ്പെരിമെന്റ് അവിടെ തീർന്നു? ഇല്ല, ഇപ്പൊ ഇത് താണ്ട സ്റ്റാർട്ടിങ്. ഇനി എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. എന്തിനാ കോർക്ക് വെച്ച് അടച്ചത്? അഥവാ വല്ല ഗ്യാസോ മറ്റതോ ആണെങ്കിൽ ഗ്യാസ് വെറുതെ ചുമ്മാ റിലീസ് ചെയ്തിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗ്യാസിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കോർക്ക് കൊണ്ട് അടച്ച്, അപ്പൊ വേറെ ഗ്യാസ് പുറത്തോട്ട് പോകില്ല. എന്നിട്ട് അടച്ചു വെച്ചതിന്റെ ഉള്ളിലൂടെ വേറൊരു ട്യൂബ് വെച്ചിട്ട്, ഒരു ഡെലിവറി ട്യൂബ് വെച്ചിട്ടുണ്ട്. ഈ ട്യൂബ് വഴി റിലീസ് ചെയ്ത ഗ്യാസ് എന്ത് ചെയ്യും? തൊട്ടടുത്ത് വേറൊരു ടെസ്റ്റ് ട്യൂബിലോട്ട് പോകും. പക്ഷേ ഈ ടെസ്റ്റ് ട്യൂബിൽ ആരാ ഉള്ളത്? ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ലൈം വാട്ടർ എടുത്തിട്ടുണ്ട്. ലൈം വാട്ടർ എന്താണ്? ലൈം വാട്ടർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാൽസ്യം ഓക്സൈഡിന്റെ വാട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ, ഈ ഗ്യാസ് വരുന്നല്ലോ, കാർബൺ ഡയോക്സൈഡ് ആണ് ഇതിലൂടെ വരുന്ന ഗ്യാസ്, അത് നമ്മളിവിടെ എക്സ്പെരിമെന്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഗ്യാസ് വന്നിട്ട് നമ്മുടെ ഈ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലുള്ള ക്ലിയർ ലൈം വാട്ടറിന് എന്ത് ചെയ്യുന്നറിയോ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്, അതിന് ഫുൾ ഒരു വൈറ്റ് ടർബിഷ് കളറാവും. ഓക്കെ, അതായത് മൊത്തത്തിൽ ആദ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരാളെ കലങ്ങി മറിഞ്ഞിട്ട് ആകെ ഒരു വെള്ള പുക പോലത്തെ ഒരു സാധനം. അപ്പൊ ഇവിടെ എന്താ നടന്നത്? ഈ ടെസ്റ്റ് ട്യൂബിലുള്ള ലൈം വാട്ടർ അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡയോക്സൈഡും കൂടി ചേർന്നിട്ടാണ് ഈ വൈറ്റ് ടർബിഷൻ കളർ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്തിന് ഐഡന്റിഫിക്കേഷൻ ആണ്? ഇതും ആസിഡ് ആണെന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ ആസിഡായി കാണിക്കാൻ നമ്മൾ നേരെ മെറ്റൽസ് ഇല്ല, പക്ഷെ നമ്മുടെ കയ്യിൽ മെറ്റൽസ് ഒന്നും ഇല്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ലിക്വിഡ് തന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ സൈഡിൽ ആഹാ ഒരു മാർബിൾ കഷ്ണമല്ലേ അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട ഒരു മുട്ടത്തോടല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ മുട്ടത്തോട് പൊടിച്ച് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ലാബിൽ ആക്കി വെക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് നമ്മൾ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്തിട്ട് വരുന്ന ഗ്യാസിനെ റിലീസ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു?
ഒരു ക്ലിയർ ലൈം വാട്ടറിലോട്ട് പാസ് ചെയ്യുമ്പോൾ ലൈം വാട്ടറിന്റെ കളർ മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒരു വൈറ്റ് ടർബിഷ് കളർ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വൈറ്റ് കളർ, അതായത് മൊത്തത്തിൽ വെള്ള കളറാവും. അത് കാണിക്കുന്ന എന്താണ്? അതിനർത്ഥം കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തു. അപ്പം കാർബണേറ്റുകൾ എടുത്തിട്ട് കാർബണേറ്റുകളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് ആർക്കേ പറ്റൂ? അത് ആസിഡിന് മാത്രമേ പറ്റൂ. അപ്പൊ ആസിഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. രണ്ടാമത്തെ ഐഡന്റിഫിക്കേഷൻ. ഒന്നാമത്തത് മെറ്റലിന്റെ കൂടെ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ റിലീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ആസിഡ് ആണെന്ന്. ഇനി കാർബണേറ്റ്സുകളുടെ കൂടെ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെയും ആസിഡ് ഉണ്ടെന്ന്. അപ്പൊ ഈ റിയാക്ഷൻ നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിക്കോ. കാൽസ്യം കാർബണേറ്റ് CaCO3, അതിനെ കാക്കോ3 എന്നൊന്നും വായിക്കരുത്. കാക്കോ3 അല്ല, CaCO3. 2HCl CaCl2, കാൽസ്യം ക്ലോറൈഡും കാർബൺ ഡയോക്സൈഡും വാട്ടറും ആണ് റിലീസ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ കെമിക്കൽ ഐഡന്റിഫിക്കേഷൻ കൂടി കണ്ടു. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ആസിഡിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയാലോ. എന്തൊക്കെയാണ്? ആദ്യം കണ്ടു നമ്മൾ എന്താണ്? അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. റെഡ് ലിറ്റ്മസിനെ പിന്നെ നമ്മൾ നോക്കണ്ട, അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്ന ഒരാളാണ് ആസിഡ്. രണ്ടാമത്തെ കാര്യം എന്താണ്? റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ടു റിലീസ് ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റലിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു. മൂന്നാമത്തെ എന്താണ്? കാർബണേറ്റ്സിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസും കൂടി റിലീസ് ചെയ്യുന്നു. നാലാമത്തതോ അതിനൊരു സോർ ടേസ്റ്റ്, ഒരു പുളി രുചി, അമ്ല രുചി, പുളി രുചി എന്നൊക്കെ പറയും. ഒരു പുളി ടൈപ്പ് രുചി ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? ആസിഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ആസിഡിനും ബേസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, pH സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ആസിഡിനെ ഡിസ്കസ് ചെയ്യേണ്ട, ആസിഡിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട 4 മെത്തേഡ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിസ്കഷൻ പോകുന്നത് ആസിഡ്. ഓക്കെ, നമുക്ക് ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ആസിഡിന്റെ ഉള്ളിൽ ആരാണ് ഉള്ളതെന്ന് അറിയണം. അതാണ് കമ്പോണന്റ് ഇൻ ആസിഡ്സ്. ആസിഡിന്റെ കമ്പോണന്റ് എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മിനറൽ ആസിഡ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്, അതുപോലെ സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ചോദ്യം, ഇവരെങ്ങനെ ഡിസോസ് ചെയ്യാം? എല്ലാ ആസിഡിലും എന്താണ് കമ്പോണന്റ് അറിയാൻ നമുക്ക് എന്ത് ചെയ്യണം? ആസിഡിനെ ആദ്യം കീറി മുറിച്ച് നോക്കണം, അല്ലേ? നമുക്കിപ്പോൾ ഇപ്പം നീ അനാട്ടമി, നിങ്ങളിപ്പം മെഡിക്കൽ ഫീൽഡൊക്കെ പഠിക്കുന്ന ആൾക്കാർ അനാട്ടമി പഠിക്കും, അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയണം. നമ്മൾ എന്ത് ചെയ്യണം? ആ ജീവിയെ മുറിച്ച് നോക്കണം. ഒരു ഇലയുടെ ഉള്ളിൽ എന്താണ്? ബയോളജി പഠിച്ച ഇലയുടെ ഉള്ളിലുള്ള പാർട്ട് അറിയണം. നമ്മൾ ഇല മുറിച്ചിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കണം, അല്ലേ? അല്ലെങ്കിൽ ഒരു സെല്ലിൽ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്, നമ്മൾ സെല്ലിന്റെ ഡൈസെക്ഷൻ എടുത്തിട്ട്, അതായത് ഏതെങ്കിലും ഡൈസെക്ഷൻ എടുത്ത് അതിലെ സെല്ലിനെ നമ്മൾ സൂം ചെയ്ത് നോക്കണം. എന്തിനും കീറി മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആസിഡിന്റെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആസിഡിന് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യണം. നമ്മൾ കെമിസ്ട്രിയിൽ കീറി മുറിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ അതുകൊണ്ട് ഡിസോസിയേറ്റ് ചെയ്യും, അല്ലേ? കെമിസ്ട്രി നമ്മളിപ്പോൾ ബയോളജിയെ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമ്പൗണ്ട് തന്നിട്ട് പറയാം, ഈ കമ്പൗണ്ടിന്റെ കമ്പോണൻസ് എന്തെല്ലാം വെച്ചാൽ മുറിച്ചിട്ട് മൈക്രോസ്കോപ്പിലോട്ട് നോക്കി കിട്ടൂ? ഇല്ല. മുറിച്ച് നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയിട്ട് വേണം നമുക്ക് അതിനുള്ളിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ ആസിഡുകളിൽ മെയിൻ ആയിട്ടുള്ള ആളാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ 4 ആസിഡുകൾ എടുത്തു. ഈ ഓരോ ആസിഡിനെയും നമ്മൾ ഡിസോസിയേറ്റ് ചെയ്തു, ഹീറ്റ് ചെയ്തിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവരെ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാലോ. ആദ്യം ഞാനിതാ HCl ഗ്യാസ്, HCl ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഞാൻ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടി? എനിക്ക് H+ കിട്ടി, Cl- കിട്ടി. എന്തൊക്കെ കിട്ടിയേ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസോസിയേറ്റ് H+, Cl- കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത നൈട്രിക് ആസിഡ് ഞാൻ ഡിസോസിയേറ്റ് ചെയ്തു. എനിക്ക് ആരൊക്കെ കിട്ടി? H+ കിട്ടി, NO3- കിട്ടി. അടുത്ത ഞാൻ ഇതാ H2CO3 അഥവാ കാർബോണിക് ആസിഡ്. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആസിഡാണ്. ഇവിടെ കണ്ടിട്ടുണ്ടാവുക മിക്കവാറും നിങ്ങൾ സോഡയിലൊക്കെ ഉള്ള ആസിഡാണ് ഈ കാർബോണിക് ആസിഡ്. നമ്മുടെ ചുറ്റുപാട് അറ്റ്മോസ്ഫിയറിലൊക്കെ കാണപ്പെടുന്ന ഒരു ആസിഡാണ് കാർബോണിക് ആസിഡ്. വലിയ പ്രശ്നക്കാരനല്ല, താരതമ്യേന ഭേദമാണ്. ഓക്കെ, അപ്പൊ ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവും 2H+, കാരണം ഇതാ H2 എന്ന് കാണുന്നില്ലേ? 2H+ പ്ലസ് CO3 2-. ഇവിടെ 2+ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ബാലൻസ് ചെയ്യാൻ 2- ഉണ്ട്. ഓക്കെ, ചാർജിന്റെ കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിൽ നിന്നോട്ടെ. അപ്പൊ അടുത്ത നിങ്ങൾ പറഞ്ഞ H2 SO4 എന്താ വരുക? 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ 2H+ പ്ലസ് SO4 2-. അപ്പൊ 4 ആൾക്കാർ ഞാൻ കീറി മുറിച്ചിട്ടുണ്ട്. ഇനി 4 ആൾക്കാർ നിങ്ങൾ ഒന്ന് നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? 4 ആൾക്കാരിലും പ്രത്യേകിച്ചിട്ട് ഒരാളുണ്ട് കോമൺ ആയിട്ട്. ആരാണ്? അതെ, ഈ 4 ആൾക്കാരിലും കോമൺ ആയിട്ടുള്ള ആളാണ് ആര്? H+. ആഹാ, താനാ വന്നാലും പൊളിയാണ് മാസേ, പൊളി. ആരാണ് വന്നത്? H+ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവരെല്ലാവരിലും കോമൺ ആയിട്ടുള്ളവരാണ് H+. അപ്പോൾ എല്ലാ ആസിഡുകളിലും കോമൺ ആയിട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടു. ആരാണ്? H+. അതായത് ഇതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് പ്രോട്ടോൺ എന്നാണ് നമ്മൾ സാധാരണ പറയുക. കാരണം H+ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ പോയിട്ടുള്ള, പ്ലസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ഇലക്ട്രോൺ പോയ ആറ്റാണ്. നമുക്ക് ജസ്റ്റ് H+ എന്നൊരു സിമ്പിൾ ആയിട്ടുള്ള പേരിൽ വിളിക്കാം. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട. H+ അയോൺസ് ഉണ്ടായി.
ഹൈഡ്രജൻ അയോൺസ് ഹൈഡ്രോണിയം അയോൺസ് എന്തായാലും പറഞ്ഞാൽ H+ അയോൺസ് ഉണ്ടായി. അപ്പൊ ഈ H+ അയോൺസ് ആണ് എല്ലാ ആസിഡ് കയറി മുറിച്ച് കഴിഞ്ഞാലും അതിൽ ഈ H+ അയോൺസ് ഉണ്ടാവും. കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇവിടെയൊക്കെ Cl- NO3- CO3 SO4 2- എന്നൊക്കെ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും ആവും. ഉദാഹരണത്തിന് ഞാൻ വേറൊരു ആസിഡ് നിങ്ങൾക്ക് എടുത്തുതരാം, CH3COOH. ഈ ആടെ നമ്മൾ വിളിക്കുന്നതാണ് അസറ്റിക് ആസിഡ്, അതായത് നമ്മൾ വിനെഗർ എന്ന് പറയുന്ന അസറ്റിക് ആസിഡ്. അപ്പൊ ഈ പുള്ളിക്കാരൻ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴോട്ട് എഴുതിയത് കേട്ടോ. അല്ലാണ്ട് നേരോ എന്താ സാർ ഇങ്ങനെ വളഞ്ഞു വന്നതെന്നൊന്നും ചോദിക്കണ്ട. ഓക്കെ, CH3CO- പ്ലസ് H+. ഇവിടെ ഒരു H+ ഉണ്ട് കണ്ടോ. ഇതിന്റെ കൂടെയുള്ള ആരോ ആയിക്കോട്ടെ, അവർ ഏത് തരത്തിലുള്ള ആൾക്കാരോ ആയിക്കോട്ടെ, പക്ഷെ H+ ഉണ്ടോ അത് കാണിക്കുന്നത് അതൊരു ആസിഡ് ആവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഓക്കെ, അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന പലരും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണന്റ് എന്താണ്? അതിലൊരു H+ അയോൺ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ ആസിഡിന്റെ കമ്പോണന്റ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോ ഇതിനിടയിൽ ഒരു ഡെഫിനിഷൻ ഇത് അവിടെ തന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് മായ്ച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചത്. എന്താണ്? Acids are substances which can increase the concentration of hydrogen present in them. എന്താണ് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മൾ കൂടുതൽ H+ ഹൈഡ്രജൻ അയോൺസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആസിഡ്സ് എന്ത് സബ്സ്റ്റൻസ് ആണ്? ആസിഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ പ്രസന്റ് ഇൻ ദം. ഡെഫിനിഷൻ കേൾക്കുമ്പോൾ ഹൈഡ്രജൻ അത് എങ്ങനെ കൂട്ടുക നിങ്ങൾക്ക് തോന്നും അല്ലേ? എങ്ങനെ കൂട്ടാൻ പറ്റുക? നിങ്ങൾ നേരത്തെ കണ്ട 2 എക്സ്പെരിമെന്റ് നോക്കിയേ. നമ്മൾ ആദ്യം മെറ്റലും നമ്മൾ ആസിഡും എടുത്തു. മെറ്റലിൽ ആ സമയത്ത് അതുവരെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ മെറ്റൽ ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹൈഡ്രജൻ റിലീസ് ചെയ്തു. അപ്പൊ എന്തായത്? ആ ആസിഡ് ഹൈഡ്രജന്റെ അമൗണ്ട് കൂട്ടിയേ. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് നിങ്ങൾ എടുത്തേ. ആദ്യം നമുക്ക് കാർബണേറ്റും ആസിഡും മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ എവിടെയും ഉണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്തു? നമ്മൾ കാർബണേറ്റ്സുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്തപ്പോൾ കാർബൺ ഡയോക്സൈഡും സോൾട്ടും കൂടി ആരുണ്ടായി? വാട്ടർ കൂടി ഉണ്ടായി. വാട്ടർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഹൈഡ്രജൻ കൊടുക്കണം. അപ്പൊ ഹൈഡ്രജനെ കൊടുത്തത് ആരായിരിക്കണം? കൊടുത്തത് ആസിഡ്സ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ ആസിഡ്സ് എന്താ ചെയ്യാ? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ പ്രസന്റ് ഇൻ ദം. ഹൈഡ്രജന്റെ അമൗണ്ട് കൂട്ടുന്ന ആൾക്കാരാണ് ആസിഡ്സ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആസിഡ്സ് കുറെ പലതരത്തിലുള്ള, ഇതാണ് ആസിഡ്സ് എന്ന് പറയുന്നത് കമ്പോണന്റ് നോക്കിയാൽ ഇതാണ് ആസിഡ്സ്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടതല്ല, നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് ആൾക്കാർ. ഇതൊക്കെ മിനറൽ ആസിഡ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു മിനറൽ ആസിഡ്സ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. എന്താണ്? നമ്മൾ ഈ HCl, HNO3, H2SO4 എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ എന്താണ്? മിനറൽ ആസിഡ്സ് ആണ്. ഓക്കെ, അത് മൈൻ ചെയ്തിട്ട് എടുക്കുന്ന മിനറൽ ആയിട്ടുള്ള ആസിഡ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ മിനറൽ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കിപ്പം നമ്മുടെ ആവശ്യമുള്ള എന്താണ് ഒരു പെർട്ടിക്കുലർ അയോൺസ് ആയിക്കോട്ടെ, ഒരു പെർട്ടിക്കുലർ കമ്പൗണ്ട്സിന്റെ ഭാഗങ്ങളായിക്കോട്ടെ, അവരെ കണ്ടുകിട്ടുന്ന നാച്ചുറലായി കാണുന്ന ഭാഗങ്ങളാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഓർഗാനിക് ആസിഡ്, മിനറൽ ആസിഡ്സ് ആണ് ഈ ടൈപ്പ്, അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഓർഗാനിക്, നമ്മൾ ഓർഗാനിക് ഫുഡ്, ഓർഗാനിക് പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ഓർഗാനിക്? നാച്ചുറൽ ആയിട്ട് കാണുന്നത്. അപ്പൊ ആസിഡ്സ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് ആസിഡ്സിന്റെ പഠനം തുടങ്ങിയതിന് എങ്ങനെയാണ്? നമ്മുടെ ചുറ്റും കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള ആസിഡ്സുകൾ കണ്ടിട്ടാണ്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഈ ആസിഡ്സ് നമ്മൾ എന്ത് പറയും? ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയും. അവരെ കുറച്ച് ആൾക്കാരുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ലൈം ജ്യൂസ്, അതായത് ഞാൻ ലെമൺ ജ്യൂസ്, ലൈം എന്ന് വെച്ചാൽ മറ്റേ ലൈം വാട്ടറായിട്ട് കൺഫ്യൂസ് ആയത്. ലൈം ജ്യൂസ് നോർമലി കടയിലൊക്കെ കിട്ടുന്ന ലൈം ജ്യൂസ് എന്നോ നിങ്ങൾ പറയുന്ന ലെമൺ ജ്യൂസ് എന്നോ ലൈം സോഡ എന്നോ ലൈം എന്നോ സിമ്പിൾ ആയിട്ട് പറയുന്ന ആൾ ആരാണ്? അതിലുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. അതായത് ലെമണിൽ കാണുന്ന ഒരു ആസിഡാണ് എന്ത്? സിട്രിക് ആസിഡ്. ഓക്കെ, പിന്നെ കേട്, തൈരിലുള്ള ആസിഡാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. തൈരും പാലുൽപ്പന്നങ്ങളിലും എല്ലാറ്റിലും ജനറൽ ആയിട്ട് കാണുന്നത്, അതായത് ജനറൽ ആയിട്ടുള്ള എല്ലാ മിൽക്ക് പ്രൊഡക്ട്സിലും കാണുന്ന ഒരു ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിനാഗിരിയിലുള്ള ആസിഡാണ് വിനെഗർ ആസിഡ്. എന്താണ്? അസറ്റിക് ആസിഡ്. പിന്നെ ടാമറിൻ്റെ അഥവാ പുളിയിൽ കാണുന്ന, ഞാൻ പറഞ്ഞ പുളി രുചിയില്ലേ, പുളി നിങ്ങൾക്കറിയില്ല. പുളി കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, പറഞ്ഞതുകൂടെ എന്റെ നാവിലും ഊറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ പുളിയുടെ ഡിസ്കഷനിലേക്ക് പോകണ്ട, കെമിസ്ട്രിയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ടാമറിൻ അഥവാ പുളിയിലുള്ള ആസിഡ് എന്താ? ടാർട്ടാറിയ. നല്ല സൂപ്പർ പേരല്ലേ, ടാർട്ടാർ. എന്താണ്? പുളിയിലുള്ള ആസിഡാണ് ആര്? ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, പിന്നെ ടൊമാറ്റോ, തക്കാളിയിലാണ് ഓക്സാലിക് ആസിഡ്. ഇതിപ്പോ മഷിയൊക്കെ റിമൂവ് ചെയ്യാൻ ഓക്സാലിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സാലിക് ആസിഡ് തക്കാളി, ലൈം ജ്യൂസിൽ സിട്രിക് ആസിഡ്, കേർഡിൽ ലാക്റ്റിക് ആസിഡ്, വിനെഗറിൽ അസറ്റിക് ആസിഡ്, ടാമറിൻ അഥവാ പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, ടൊമാറ്റോയിൽ ഓക്സാലിക് ആസിഡ്. നിങ്ങൾ മനസ്സിൽ ഇരുന്നാൽ മതി. ഇതിപ്പോൾ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കണ്ട ഓർമ്മ വരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് പിന്നെന്താണ്? സോർ ടേസ്റ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് ആസിഡിൻ. അതായത് ചെറിയൊരു പുളി രുചി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന പഴങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ,
ചെറിയൊരു പുളി ടേസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഉണ്ട്. പുളിയുടെ പോലത്തെ ടേസ്റ്റ്, അതായത് അതിനെന്താ സോറ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി പുളി ടേസ്റ്റ് എന്ന് പറയാൻ പറ്റും. നമ്മളെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചവർപ്പല്ല, ഒരു പുളി ടൈപ്പുള്ള ആ ഒരു പുളിയുടെ റേഞ്ചിലുള്ള ടേസ്റ്റ്. ആ ടേസ്റ്റ് ഇപ്പൊ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. ടേസ്റ്റ് ആയാലും നിങ്ങൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ആ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങളിലുള്ള പോലത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് കാണിക്കുന്ന ഏത് സാധനം, ഏത് ഫുഡ് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ള എന്താണ്, അതിൽ ഓർഗാനിക് ആസിഡ്സിന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആസിഡ്സിന്റെ കമ്പോണന്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ആസിഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് കണ്ടു. ഇനി ആസിഡ്സിന്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ് ബേസിസിറ്റി. ഇത് കേൾക്കുമ്പോൾ ഇതെന്താണ്, ആസിഡിനും ബേസിസിറ്റി ഉണ്ടോ? ഇത് ആ ബേസിക് ക്യാരക്ടർ, അതായത് ബേസ് എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ബേസിസിറ്റി. ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിലുള്ള നമ്പർ ഓഫ് ഹൈഡ്രജന്റെ പറയുന്ന പേരാണ് ബേസിസിറ്റി. എന്താണ്? നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ദാറ്റ് ക്യാൻ ബി ഡൊണേറ്റഡ് ബൈ വൺ മോളിക്യൂൾ ഓഫ് എൻ ആസിഡ്. ഒരു ആസിഡിന് കൊടുക്കാൻ പറ്റുന്ന ഹൈഡ്രജൻ അയോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ഹൈഡ്രജൻ അയോൺസ് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കൊടുക്കാൻ പറ്റുന്ന ഹൈഡ്രജൻ അയോൺസിന്റെ എണ്ണം ഉണ്ടല്ലോ, അതാണ് ബേസിസിറ്റി. അപ്പൊ ഒറ്റ ഒന്നേ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് അതിന് എന്ത് പറയും, മോണോ ബേസിക് എന്ന് പറയും. HNO3 ആയിക്കോട്ടെ, HCl ആയിക്കോട്ടെ, ഇവരെല്ലാം ഓരോരോ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, അതൊക്കെ മോണോ ബേസിക് ആണ്. ഡൈ ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഹൈഡ്രജൻ കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് H2SO4, അത് ഡിസോസിയേറ്റ് ആദ്യം ആരാവും, H+ഉം HSO4- ആവും. അപ്പൊ ഈ HSO4- ഒന്നുകൂടി ഡിസോസിയേറ്റ് ഒരു H+ഉം ഒരു SO4 ആവും. ഞാൻ നേരത്തെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതിയപ്പോൾ എങ്ങനെ കണ്ട, H2SO4 gives 2H+ പ്ലസ് SO4 സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ അത് രണ്ട് സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചില റിയാക്ഷൻ കണ്ടൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ HSO4- സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് അത് നിങ്ങളുടെ ഇപ്പോഴേതൊരു ഡിസ്കഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നമ്മൾ എന്താ സിമ്പിൾ ആയിട്ട് ആലോചിക്കേണ്ടത്, H2SO4-നെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 H+ കിട്ടും. അപ്പൊ രണ്ടാളെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്തായി, അതൊരു ഡൈ ബേസിക് ആസിഡ് ആണ്. ഓക്കെ, ഈ ഡൈ ബേസിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 ബേസിന്റെ ഒരു ചാൻസ് ഉണ്ട് എന്നല്ല. ഡൈ ബേസിക് എന്ന് പറഞ്ഞാൽ അതിൽ 2 ഹൈഡ്രജൻ അയോൺസ് കൊടുക്കാൻ പറ്റും എന്ന് മാത്രമാണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ ഏതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ H2CO3 കാർബോണിക് ആസിഡ് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ എന്താണ്, 2H++ CO3 2-. അതും എന്താണ്, അതും ഒരു ഡൈ ബേസിക് ആസിഡ് ആണ്. ഇനി ട്രൈ ബേസിക് ആസിഡ്, ട്രൈ എന്നൊക്കെ പറഞ്ഞാൽ, ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 H+ നമുക്ക് 3 ഹൈഡ്രജൻ അയോൺസിനെ കൊടുക്കാൻ പറ്റും. അപ്പൊ H3PO4 അഥവാ ഫോസ്ഫോറിക് ആസിഡ്. എന്താണ്, H3PO4 ഡിസോസിയേറ്റ് നമുക്ക് എങ്ങനെ കിട്ടും, 3H+ പ്ലസ് എന്റെ കൂടെ തന്നെ പോരട്ടെ, PO4 3-. 3 H+ തരുന്നത് കൊണ്ട് അതിനെ ട്രൈ ബേസിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട, ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് മോണോ ബേസിക്, ഡൈ ബേസിക്, ട്രൈ ബേസിക് ആസിഡുകൾ നിങ്ങൾ കണ്ടെത്തണം. നേരത്തെ കണ്ട ആൾക്കാരൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പൊ എന്താണ്, ആദ്യം തന്നെ ഇതാ കാർബോണിക് ആസിഡ് H2CO3 2 ഹൈഡ്രജൻ. അപ്പൊ ഇവരാരാണ്, ഇവർ ഡൈ ബേസിക് ആണ്. HNO3 ഒറ്റ ഹൈഡ്രജൻ, അപ്പൊ മോണോ ബേസിക് ആണ്. H3PO4 അവിടെ 3 ആളുണ്ട്, അപ്പൊ ട്രൈ ബേസിക് ആണ്. H2SO3 സൾഫോണിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് അല്ല, സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. H2SO3 സൾഫോണിക് ആസിഡിൽ എത്രയുണ്ട്, അവിടെയും ഡൈ ബേസിക് ആസിഡ് ഉണ്ട്. HCl എത്രയാണ്, മോണോ ബേസിക് ആസിഡ് ആണ്. ഇനി H2SO4 അവിടെയും ഡൈ ബേസിക് ആസിഡ് ആണ്. സിമ്പിൾ ആണല്ലോ. നിങ്ങൾ ആദ്യം ചോദ്യം വരുമ്പോൾ തന്നെ പോസ് ആക്കിയിട്ട് ആദ്യം ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ചെയ്തത് നോക്കുക. ഓക്കെ, അപ്പോൾ ആസിഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ ഈ ആസിഡിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ആസിഡ്സ് ഉണ്ടായി കഴിഞ്ഞ പ്രശ്നം, നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കത്തിക്കുമ്പോഴോ, ഈ ഫാക്ടറികൾ വലിയ വലിയ ഫാക്ടറികളൊക്കെ ഉണ്ട്, നമുക്ക് ആവശ്യങ്ങൾ കൂടി വരുവാണല്ലോ. നമുക്ക് പുതിയ വസ്ത്രങ്ങൾ ധരിക്കണം, പുതിയ തരത്തിലുള്ള ഫുഡ് കഴിക്കണം, ഓരോ രോഗങ്ങളൊക്കെ വരുമ്പോൾ പുതിയ പുതിയ മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് വണ്ടികളൊക്കെ വണ്ടി ഓടാൻ വേണ്ടി നമുക്ക് റോഡുകൾ ഉണ്ടാക്കണം, റോഡുകളിൽ ഓടാൻ വേണ്ടി വണ്ടികൾ ഉണ്ടാക്കണം. വണ്ടി ഓടണമെങ്കിൽ പെട്രോളോ ഡീസലോ അങ്ങനെ എന്തെങ്കിലും സാധനം വേണം. ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഉണ്ടാക്കണം, അതിന്റെ പാർട്സ് ഉണ്ടാക്കണം. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് എന്തുണ്ട്, പല ഗ്യാസുകളൊക്കെ റിലീസ് ചെയ്യും. അപ്പൊ ഈ റിലീസ് ചെയ്യുന്ന ഗ്യാസുകളൊക്കെ എങ്ങോട്ടാ പോവാ, വെറുതെ അവിടെ കെട്ടി നിർത്താൻ പറ്റുമോ, ഇല്ല. അതൊക്കെ വളരെ ഉയർന്ന വലിയ ഹൈറ്റുള്ള പുകക്കുഴലൊക്കെ ആക്കിയിട്ട് അതുവഴി പുറത്തേക്ക് വിടും. എങ്ങോട്ടേക്ക്, നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഈ ഗ്യാസുകളൊക്കെ നിന്നിട്ട് അവർ വെറുതെ അവിടെ ഓക്കെ അടുത്ത ഗ്യാസ് മക്കൾ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്യാസ് അവിടെ കാത്തു നിൽക്കൂ, ഇല്ല. ഗ്യാസ് അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ അടിച്ചെന്തോ ഗ്യാസിന്റെ വഴിക്ക് പല ഭാഗത്തും സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ബൈ പ്രൊഡക്റ്റായി നടക്കുന്ന ഒരു പരിപാടിയാണ് ആസിഡ് റെയിൻ. നമ്മൾ ഈ കല്ല് മഴ, മീൻ മഴ, ആ മഴ ഈ മഴ എന്നൊക്കെ പറയുന്നില്ലേ,
നല്ലൊരു മഴക്കാലത്ത് പഠിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ് ആസിഡ് റെയിൻ. വളരെ ഡേഞ്ചറാണ്. ഓക്കെ, ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്നും നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രം ഞാൻ പറയുന്നത്. വളരെ 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 ഡേഞ്ചറാണ്. അമേരിക്കയിലേക്ക് ഈ ഒഹിയോ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ആസിഡ് റെയിൻ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. ആസിഡ് റെയിൻ വളരെ 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 ഡേഞ്ചറസ് ആണ്. നമ്മൾ മേത്ത് വീഴുന്ന മാത്രം, നമ്മൾ ചെടികൾക്ക് മോശമാണ്, പക്ഷികൾക്കും മറ്റെല്ലാ ജീവികൾക്കും മോശമാണ്, നമ്മുടെ വീടുകൾക്ക് മോശമാണ്, പെയിന്റ് അടിച്ചാൽ അതിന് മോശമാണ്, കാറിനും എല്ലാ സാധനത്തിനും മോശം. ഒരു തരത്തിലും ഗുണം ഉണ്ടാവാത്തൊരു സാധനമാണ് ആസിഡ് റെയിൻ. അപ്പോ ആസിഡ് റെയിൻ ഉണ്ടാവാൻ കാരണം എന്താണ്? ആസിഡ് ഓക്സൈഡ്സ് ആണ്. നമ്മൾ ഗ്യാസ് ഞാൻ പറഞ്ഞു, ഗ്യാസുകളില്ല, ആസിഡ് ഓക്സൈഡ്സ് കാരണമാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. അപ്പൊ ആസിഡ് ഓക്സൈഡ്സ് എങ്ങനെ ഉണ്ടാവും? ആസിഡ് ഓക്സൈഡ്സ് ഉണ്ടാവുന്നത് നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ്. അതായത് മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അതായത് മെറ്റൽസിന്റെ ചാപ്റ്റർ നിങ്ങൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മെറ്റൽ ഓക്സൈഡ്സ് എന്താണ്? അവർ ബേസിക് ആണ്. അവർ ബേസിക് ഇൻ നേച്ചർ ആണ്. അതായത് ബേസസ് ആണ്, ജനറലി ബേസസ് ആണ്. അതുപോലെ നോൺ മെറ്റൽ ഓക്സൈഡ്സ് എന്താണ്? അവര് അസിഡിക് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആയിരിക്കും, നോൺ മെറ്റൽ ഓക്സൈഡ്സ് അസിഡിക് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പീരിയോഡിക് ടേബിളിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ ഈ കാര്യം അടുത്ത ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, മെറ്റൽ ഓക്സൈഡ്സ് എപ്പോഴും ബേസിക് ആയിരിക്കും, നോൺ മെറ്റൽ ഓക്സൈഡ്സ് അസിഡിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പം ഉദാഹരണത്തിന് ചില ഒരു നോൺ മെറ്റൽ ഒരു മെറ്റാലിക് ഓക്സൈഡ് ആണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് Al2O3. ഈ പുള്ളിക്കാരൻ നോക്കിയാൽ അത് മെറ്റലും അല്ല, അത് മെറ്റാലിക് ഓക്സൈഡും അല്ല, നോൺ മെറ്റാലിക് ഓക്സൈഡും അല്ല. രണ്ടിന്റെയും പ്രോപ്പർട്ടി കാണിക്കും. ചില സമയം അത് ഒരു മെറ്റാലിക് ഓക്സൈഡ്, അതൊരു ബേസിക് ക്യാരക്ടർ കാണിക്കും, ചില സമയത്ത് അതിന്റെ ഒരു അസിഡിക് ക്യാരക്ടർ കാണിക്കും. അപ്പൊ ഇതെന്താണ്? ഇതൊരു ആംഫോടെറിക് ഓക്സൈഡ് ആണ്. എന്താണ്? ആംഫോടെറിക് ഓക്സൈഡ് ആണ്. അതിനർത്ഥം എന്താണ്? ആസിഡിക് ക്യാരക്ടർ കാണിക്കാം, ബേസിക് ക്യാരക്ടർ കാണിക്കാം. ഇനി അതൊക്കെ ഓക്സൈഡ്സിനെ പറ്റിയിട്ട്. പക്ഷെ നമ്മൾ ആസിഡ് റെയിന് കാരണം കാണിക്കുന്ന ബേസിക് ഓക്സൈഡ്സോ അല്ലെങ്കിൽ ആംഫോടെറിക് ഓക്സൈഡ്സോ അല്ല, പ്രോപ്പർ ആസിഡിക് ഓക്സൈഡ്സ് അഥവാ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് എന്ത് കാണിക്കുന്നത്? നമ്മുടെ ആസിഡ് റെയിൻ. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആരൊക്കെയാണ്? അതായത് സൾഫർ ഡയോക്സൈഡ്, ഓക്കെ, നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര. അതുപോലെ കാണുന്ന നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ഒക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? ആസിഡ് റെയിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്യാസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നവരെ നമ്മൾ കഥ പറഞ്ഞു. അതിനുശേഷം എന്താ സംഭവിക്കുക? വെറുതെ സ്പ്രെഡ് ചെയ്ത് നിൽക്കില്ല. നമ്മളിപ്പോൾ ഒരു മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഗ്യാസസ് എവിടെ ഡിസോൾവ് ചെയ്യും? മഴവെള്ളത്തിലോട്ട് ഡിസോൾവ് ചെയ്യും, വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യും. മഴവെള്ളം എന്ന് വെച്ചാൽ വാട്ടർ ആണല്ലോ, വാട്ടറിലോട്ട് ഡിസോൾവ് ചെയ്യും. അപ്പൊ മഴ സാധാരണ പോലെ താഴോട്ടേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസസ്, അസിഡിക് ഗ്യാസസ് ഡിസോൾവ് ആയിട്ട് വരും. അപ്പം അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡ്സ് വാട്ടറിലോട്ട് ഡിസോൾവ് ചെയ്ത് എന്താ സംഭവിക്കുമെന്നറിയോ? എന്താ സംഭവിക്കുക? അവിടെ ആസിഡ്സ് ഉണ്ടാവും. അപ്പൊ ഈ ആസിഡ്സ് ആണ് മഴയായിട്ട് ഇങ്ങനെ വരുന്നത്. അത് നല്ലതാണോ? അല്ല. അപ്പൊ അതാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. എന്താണ്? when poisonous gases like sulfur dioxide, nitrogen dioxide, carbon dioxide dissolve in rainwater and reach the soil as acids, such phenomenon is called acid rain. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഫിഗറിൽ എന്താ കാണിക്കുന്നത്? കുറേ ഫാക്ടറികൾ കണ്ടോ? വലിയ വലിയ പോക്കോളിൽ വെച്ചിട്ടുള്ള ഒരുപാട് ഫാക്ടറീസ് ഇവിടെ എല്ലാം ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫാക്ടറീസിനുള്ള പുകകൾ എങ്ങോട്ടാ പോകുന്നത്? അറ്റ്മോസ്ഫിയറിലോട്ട് അവരുടെ സ്മോക്കും മറ്റ് ഗ്യാസും ഒക്കെ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ എന്താണ്? ആസിഡിക് ഓക്സൈഡ്സ് സച്ച് ആസ് സൾഫർ ഡയോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആർ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലോട്ട് അതിങ്ങനെ റിലീസ് ചെയ്ത് പോയി. പക്ഷെ അവിടെ തീരുവോ? ഇല്ല. പെട്ടെന്ന് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ എന്താവും? കാറ്റൊക്കെ അടിക്കുമ്പോൾ ഗ്യാസസ് ഒക്കെ പോയിട്ട് എങ്ങോട്ട് പോകും? നമ്മുടെ നേരെ മഴവെള്ളത്തിന്റെ ഉള്ളിൽ കൂടി അത് ഡിസോൾവ് ആവും. മഴ പെയ്യുന്നതിൽ അത് അങ്ങോട്ടൊക്കെ ഇങ്ങനെ കാറ്റത്ത് അടിച്ചു പോയിട്ട് ആ ഗ്യാസ് അവിടെ നോക്കും, ഹായ് മഴവെള്ളമല്ലേ നമ്മൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് നേരെ പോയി മഴവെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? മഴവെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് ആ മഴവെള്ളമാണ് താഴോട്ട് വന്നിട്ട് നമ്മൾ സോയിലിൽ വരുമ്പോഴേക്കും എന്താ? ആസിഡ് ആണ് നമുക്ക് വരുന്നത്. വെറും വെള്ളമല്ല, അസിഡിക് ഓക്സൈഡ്സ് ഡിസോൾവ് ആയിട്ടുള്ള ആസിഡ് ആണ് താഴോട്ട് വരുന്നത്. അപ്പൊ ആസിഡ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മണ്ണിന് വളരെ മോശമാണ്. മണ്ണിന് മാത്രമല്ല, ബാക്കിയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിലെ സാധനങ്ങൾക്ക് എല്ലാവർക്കും മോശം. നമുക്ക് മോശമാണ്, ഉപയോഗിക്കുന്ന എല്ലാത്തിനും മോശമാണ്, മണ്ണിനും മോശമാണ്, മോശത്തോട് മോശം. അപ്പൊ ആസിഡ് റെയിൻ കൊണ്ടുണ്ടാവുന്ന പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അതായത് പ്ലാന്റ്സ്, അതായത് നമ്മുടെ ചെടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള ആ ഒരു എബിലിറ്റിക്കാണ് കുറവുണ്ടാവുക. കാരണം അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ എന്താ വേണ്ടത്? ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും മറ്റു മണ്ണിലൊക്കെ കാണുന്ന മിനറൽസും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് വേണ്ടത്, അല്ലെ? വെള്ളവും ഒക്കെയാണ് വേണ്ടത്. പക്ഷെ നമ്മളിവിടെ വാട്ടർ അതിന് വളരെ എസെൻഷ്യൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ വാട്ടറിന് പകരം നമുക്ക് എന്താ കിട്ടുന്നത്? വാട്ടറിൽ ആസിഡ് ഡിസോൾവ് ആയിട്ടുള്ള വാട്ടറാണ് നമുക്ക് കിട്ടുന്നത്. അസിഡിക് ആയിട്ടുള്ള വാട്ടർ, അതായത് ആസിഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് പ്ലാന്റ്സിന് നല്ലതാണോ? അല്ല. അപ്പോൾ പ്ലാന്റ്സ് ലോസ് ദിയർ അബിലിറ്റി ടു പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് വഴി കാർബോഹൈഡ്രേറ്റ് സിന്തസൈസ് ചെയ്യാനുള്ള
പ്ലാന്റ്സിന്റെ അബിലിറ്റിക്കാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് മാത്രമാണല്ലോ, ഇനിയല്ല ഈ ആസിഡ് മഴ പെയ്ത് മണ്ണിലല്ല, നേരെ വെള്ളത്തിലാണ് വീഴുന്നത്. വല്ല നദിയിലോ അരുവിയിലോ കുളങ്ങളിലോ തോടുകളിലോ കനാലുകളിലോ ഒക്കെ വീഴുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസംസിന്റെ ഡിസ്ട്രക്ഷൻ, അവരും നശിച്ചു പോകും. പക്ഷെ അവിടെ മാത്രമാണോ? അല്ല. നിങ്ങൾ ഇതിന്റെ ആസിഡ് മഴയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്ത്യയിൽ താജ്മഹലിന്റെ നിറം മങ്ങുന്നെന്ന് കേട്ടത്. ഈ മഴയുടെ കൂട്ടത്തിൽ നമുക്ക് ഈ ആസിഡ് മഴ എന്ന് നമ്മൾ വിചാരിക്കുന്ന പൊള്ളുന്ന മഴ എപ്പോഴും ഉണ്ടാകുന്നില്ല. ചെറിയൊരു എമൗണ്ട് ആസിഡ്സ് മഴയിൽ ഉണ്ടാവും. നേരിട്ട് നമ്മൾ കൊള്ളാതിരിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ നമ്മളെ പോലെ കുടയില്ലാത്ത ആൾക്കാരാണ് ആര്? നമ്മുടെ ബിൽഡിങ്സും അതുപോലെ മറ്റ് ചരിത്ര സ്മാരകങ്ങളൊക്കെ. ഉദാഹരണത്തിന് താജ്മഹൽ പണ്ട് കുറച്ചുകൂടി നല്ല തിളങ്ങുന്ന വൈറ്റ് കളർ ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഈ ആസിഡ് മഴ കാരണം അതിന്റെ കളർ കുറച്ചുകൂടി മങ്ങിയിട്ടുണ്ട്. വൈറ്റ് മാറി ഇപ്പം സ്ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡിലോട്ട് അതിന്റെ ഡോമിന്റെ ഒക്കെ ഷേപ്പ് മാറി എന്നൊക്കെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? ആസിഡ് റെയിൻ കൊണ്ടാണ്. അപ്പൊ കൊറോഷൻ നടക്കാം അവരുടെ. പിന്നെന്താണ്? നമ്മൾ ചെടികളുടെ കാര്യം പറഞ്ഞ തന്നെ ചെടികൾക്കൊന്നും ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. ഡെഫിനറ്റ്ലി ചെടികളൊക്കെ നശിച്ചു. അപ്പൊ എന്താണ്? നമ്മുടെ ഈ ഭൂമിയുടെ ഹരിതാപവും പച്ചപ്പിന്റെ കാര്യത്തിലൊക്കെ അതോടുകൂടി ഒരു തീരുമാനമാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കുറക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഫാക്ടറീസ് നിന്നും വണ്ടികളിൽ നിന്നൊക്കെ പുകകളും ഗ്യാസും സ്മോക്കും കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്, ഓക്സൈഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗ്യാസസ് പുറത്ത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഫോസിൽ ഫ്യൂൽസ്, അതായത് പെട്രോൾ ഡീസലൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊക്കെ കത്തിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെയാണ് ഈ പോയിസണസ് ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും കാർബൺ ഡയോക്സൈഡ് പോലത്തെ ഗ്യാസുകൾ ഒരുപാട് നമ്മുടെ എൻവയോൺമെന്റിലോട്ട് എത്തുന്നത്. അപ്പൊ അത്തരം ഫോസിൽ ഫ്യൂവൽ കുറച്ചിട്ട് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസ് ആയിട്ടുള്ള സോളാർ ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് നമുക്ക് കുറച്ചുകൂടി. അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ CNG പ്രൊഡക്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉപയോഗിക്കണം, അത് കുറച്ചുകൂടി സുഖമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ചുകൂടി എമിഷൻ നമുക്ക് കുറക്കാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് കുറക്കാന്നല്ല, ലോങ് ടേമിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്ന് കുറെ വണ്ടികൾ കൂടിയിട്ട് ഓക്കെ നമ്മളെല്ലാവരും ഫോസിൽ ഫ്യൂൽ കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ നേരെ ചുറ്റുമുള്ള എല്ലാ പോയിസണസ് ഗ്യാസും കൂടി ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് പോവില്ല. ഒരു ലോങ് ടേം വേണം. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ കൊറോണയുടെ ടൈമിൽ. കൊറോണ നല്ല ഇങ്ങനെ നമ്മുടെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മൂർജിച്ച് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ തുടങ്ങിയ സമയത്ത്, ലോക്ക്ഡൌണിലുള്ള സമയത്ത് എന്താണ്, നമ്മുടെ വണ്ടികളൊക്കെ കുറഞ്ഞു. ആൾക്കാർ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പുറത്തുള്ള വണ്ടികൾ കുറഞ്ഞു, ഫാക്ടറികളുടെ പ്രവർത്തനമൊക്കെ കുറഞ്ഞു. കാരണം ജോലിക്കൊന്നും ആൾക്കാർ പോകുന്നില്ലല്ലോ. അപ്പൊ ആ സമയത്താണ് ഇന്ത്യയിൽ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള എയർ ഉണ്ടായിട്ടുള്ളതെന്ന് എന്താണ് സ്റ്റഡീസ്, അതായത് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സമയത്തുള്ള എയർ ക്വാളിറ്റി നോക്കിയപ്പോൾ പൊല്യൂഷന്റെ അളവ് കുറവായിരുന്നു, പൊല്യൂട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ കുറവായിരുന്നു, എയർ മച്ച് ബെറ്റർ ക്ലീൻ ആയിരുന്നു. അതിനർത്ഥം എന്താണ്? നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽസിന്റെ എമിഷൻസ് കുറക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇതുപോലെ ഫാക്ടറീസിൽ ഉണ്ടെന്ന പുകകളുടെ എമിഷൻ കുറക്കുമ്പോൾ, അതായത് ഫോസിൽ ഫ്യൂവൽസിന്റെ കൺസംഷൻ കുറച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതുപോലെ തന്നെ ഈ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിന്റെ എമൗണ്ട് കുറയുന്നതായിട്ട് കണ്ടു. അപ്പൊ എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അതിലുള്ള ഈ സൾഫർ കമ്പൗണ്ട്സ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി എന്താണ്? അതുപോലെ തന്നെ ഇപ്പം റെഡ്യൂസ് ചെയ്യണം, അതായത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും വേറെ ഏതൊക്കെ വഴികളിലോട്ട് വരാമെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. പുതിയ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതങ്ങനെ പുറത്തേക്ക് പോകാനുള്ള വഴികൾ പരമാവധി കുറക്കുക എന്നുള്ളതാണ് പ്രിവെന്റീവ് മെഷേഴ്സ്. പക്ഷെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും പല രാജ്യങ്ങളും കൂടി ഒത്തുചേർന്നിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അത്ര വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾ ചെയ്യുമ്പം ഇതുപോലെ എന്താണ് ഈ ഫോസിൽ ഫ്യൂൽസിന്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ വണ്ടികളുടെ ഉപയോഗം ഒരു പരിധി വരെ കുറക്കുക. ഓക്കെ, ഇനിയിപ്പം ഇലക്ട്രിക് വണ്ടികളൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടികളിലോട്ട് മാറുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, ലോങ് ടേമിലേക്ക് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ആസിഡ് റെയിൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ്. അപ്പൊ നമ്മൾ ആസിഡ്സിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു കവറപ്പായി. ഇനി കുറച്ച് സമയം നമുക്ക് ബേസിസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ബേസസും ആൽക്കലീസും, ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ക്ലാസ്സിന് തുടങ്ങിയപ്പോൾ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ആൽക്കലീസും ബേസസും ഒരേ സംഭവമാണോ? നമ്മൾ എപ്പോഴും കാര്യങ്ങൾ പറയുമ്പോൾ ഈ ആസിഡിന്റെയും ബേസിന്റെയും കാര്യം, ആസിഡും ബേസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എന്താണ്? ആസിഡും ആൽക്കലിയും. കാരണം എന്താണ്? പേര് പറയുമ്പോൾ നല്ല സുഖമല്ല. ഇതാ നമ്മുടെ പേരപ്പം നോക്കി എന്ത് നല്ല സുഖമുള്ള പേരുകളാ. ആസിഡും ആൽക്കലി, രണ്ടിലും ആ ഉള്ളത് കൊണ്ട് നല്ല സുഖമല്ലേ പറയാൻ? ആസിഡ് ആൽക്കലി, എന്ത് സുഖമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് രണ്ട് കാറ്റഗറി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓൾ ആൽക്കലീസ് ആർ ബേസ്, എല്ലാ ആൽക്കലിയും ബേസസ് ആണ്. പക്ഷേ എല്ലാ ബേസസും ആൽക്കലീസ് അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ആൽക്കലീസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ സോല്യുബിൾ ബേസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ സോല്യുബിൾ ബേസസ് ആണ് നമുക്ക് എന്ത് പറയുന്നത്? ആൽക്കലീസ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? വെള്ളത്തിൽ സോല്യുബിൾ ആവുന്ന ബേസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആൽക്കലി. ഇപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത്തരം ബേസസ് ഒക്കെ എന്താണ്? വെള്ളത്തിൽ ഡിസോൾവ്. കാൽസ്യം ഓക്സൈഡ്, ഓക്കെ, അല്ലെങ്കിൽ സോഡിയം ഓക്സൈഡ്, ഇതൊക്കെ ബേസസ് ആണ്. അവരൊക്കെ എന്താണ്?
വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതിനാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ പറയുന്നത് ആൽക്കലി എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, വളരെ എളുപ്പമല്ലേ? വാട്ടർ സോലുബിൾ ബേസിനാണ് നമ്മൾ എന്താ പറയുന്നത് ആൽക്കലീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലായി. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഇവിടെ എന്താണ് നമുക്ക് പഠിക്കുന്ന ചാപ്റ്ററിന് നമുക്ക് ആസിഡ് ബേസസ് ആൻഡ് സോൾട്സ് എന്ന് കൊടുക്കണ്ട, ആസിഡ് ആൽക്കലീസ് ആൻഡ് സോൾട്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ പഠിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വെറുതെ ബേസിൽ ഒരു ചെറിയൊരു കാറ്റഗറി ആയിട്ടുള്ള ആൽക്കലീസിനെ മാത്രം എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആസിഡ് ബേസസ് സോൾട്സ് നമ്മൾ പഠിക്കുന്നു. അപ്പൊ ആ ബേസസും ആൽക്കലീസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഒരിക്കലും കൺഫ്യൂസ് ആവരുത്. ആരെങ്കിലും പോയി കഴിഞ്ഞാൽ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂസ് ആവരുത്. എന്താണ് ബേസസ് വേറെയാണ്, ആൽക്കലീസ് വേറെയാണ്. ആൽക്കലീസ് ഒരു ടൈപ്പ് ഓഫ് ബേസ് ആണ്. എന്ത് ടൈപ്പ് ഓഫ് ബേസ് ആണ്? വാട്ടർ സോല്യൂബിൾ ബേസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആൽക്കലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നേരത്തെ അതേപോലെ തന്നെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന് വരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു. എന്താണ്? അതിനെ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും. അപ്പൊ നമ്മൾ മുന്നേ ചെയ്ത കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണ് മഗ്നീഷ്യം റിബൺ. അത് കത്തിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വെള്ള പ്രകാശത്തിൽ തിളങ്ങിയിട്ട് ഇങ്ങനെ കത്തും. നമ്മളിപ്പോൾ കമ്പിത്തിരി എന്ന് പറഞ്ഞ സാധനങ്ങളില്ലേ, ഈ പൂത്തിരി എന്നൊക്കെ പറഞ്ഞ സാധനം, അതൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയർ വർക്സിന്റെ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല വെള്ള കളർ ഇങ്ങനെ പൂത്തിരി പോലെ കത്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ മഗ്നീഷ്യം റിബൺ കത്തിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിബണിന്റെ ഒരറ്റം നല്ല ലൈറ്റിൽ ഇങ്ങനെ ഷൈനി ആയിട്ട് കത്തിക്കൊണ്ടേയിരിക്കും. സോ ആ ഒരു എക്സ്പെരിമെന്റ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്താണ്? മഗ്നീഷ്യം റിബൺ ഉണ്ട്, ഒരു വാച്ച് ഗ്ലാസ്, വാട്ടർ, ബേണർ, മാച്ച് സ്റ്റിക്ക്, ലിറ്റ്മസ് പേപ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്തു. ബേൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബേൺ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ കത്തി കത്തി പോകുന്നതിനനുസരിച്ച് അതിന്റെ ചാരം, അതിന്റെ ആഷ് ഉണ്ടാവുമല്ലോ. ആഷ് എന്ത് ചെയ്യും? താഴെ നമ്മളൊരു എന്താണ് ഈ വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം. വാച്ച് ഗ്ലാസ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാബിലൊക്കെ പോയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു റൗണ്ട് ബോട്ടം ആയിട്ടുള്ള ഒരു ചെറിയൊരു പാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ റൗണ്ട് ബോട്ടം ആയിട്ടുള്ള ചെറിയൊരു പാത്രത്തിൽ, അതായത് ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരു സാധാരണ ഗ്ലാസിന്റെ ഒരു പാത്രമാണ്. വാച്ച് ഗ്ലാസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ വാച്ച് ഗ്ലാസ് ഇതും ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ചെറുങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുള്ള നമ്മുടെ മൈക്രോസ്കോപ്പിലും വെക്കുന്ന പോലത്തെ അതുപോലത്തെ ഒരു ഗ്ലാസ് പോലെ ആണെങ്കിലും റെക്ടാംഗുലർ ഷേപ്പിലും ഉണ്ടാവാം, റൗണ്ട് ഷേപ്പിലും ഉണ്ടാവും. അപ്പൊ വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ പൊടികളൊക്കെ കളക്ട് ചെയ്തു. മഗ്നീഷ്യം കത്തിച്ചിട്ടുന്ന പൊടികളുണ്ടല്ലോ, ആ ആഷ് നമ്മൾ അതിനെ കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് നമ്മൾ കുറച്ച് 2 to 3 ഡ്രോപ്സ് ഓഫ് വാട്ടർ ആണ് കേട്ടോ, ഓഫ് വാട്ടർ നമ്മൾ എന്ത് ആഡ് ചെയ്തു? അതിൽ ആഡ് ചെയ്തു വൈറ്റ് പവേർഡ് ആഷ് അല്ല, വാട്ടർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ ബേസ് ആണോ ആസിഡ് ആണോ ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഏതൊക്കെ ലിറ്റ്മസ് പേപ്പർ എടുത്തു? 2 ലിറ്റ്മസ് പേപ്പർ ഉണ്ട് കേട്ടോ, റെഡ് ആൻഡ് ബ്ലൂ, രണ്ടും നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ നോക്കുക ഇത് ആസിഡ് ആണോ ബേസ് ആണോ. അപ്പൊ എന്ത് മനസ്സിലായി? റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറിലോട്ട് മാറി. റെഡ് ബ്ലൂ ആവുന്നുണ്ടോ? ഒറ്റ ഒരാളേ ഉള്ളൂ, ആരാണ്? ബേസ് മാത്രം. അപ്പൊ അതിനെന്ത് മനസ്സിലായി? നമ്മൾ മഗ്നീഷ്യം റിബൺ കത്തിച്ചപ്പോൾ കിട്ടിയ മഗ്നീഷ്യം ആഷ് വെള്ളത്തോട് ഡിസോൾവ് ആകുമ്പോൾ കിട്ടുന്നത് നമുക്കൊരു ബേസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതെന്താ റിയാക്ഷൻ? മഗ്നീഷ്യം ഓക്സൈഡ്, അതായത് കത്തിച്ച് ഓക്സിജന്റെ പ്രസൻസിൽ കത്തിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡാണ് കിട്ടിയത്. ആ പൊടിയായിട്ട് കിട്ടിയ സാധനമാണ് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി. അത് വെള്ളത്തിന്റെ കൂടെ H2O റിയാക്ട് ചെയ്ത് നമുക്ക് ആര് കിട്ടി? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? അതൊരു ബേസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ബേസിക് ക്യാരക്ടർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ നമുക്ക് ഇത് അടുത്തൊരു എക്സ്പെരിമെന്റ് കൂടി ചെയ്ത് നോക്കാം. എന്താ ചെയ്തത്? ഞാനിവിടെ ഒരു ബീക്കർ എടുത്തു, ബീക്കറിൽ വെള്ളം എടുത്തു. വെള്ളത്തിനകത്ത് ഞാൻ എന്ത് ചെയ്തു? ക്വിക്ലൈം അഥവാ കാൽസ്യം ഓക്സൈഡ്, ഒരു വെള്ള വൈറ്റ് പൗഡർ ആണ്. ഓക്കെ, ഒരു വൈറ്റ് പൗഡർ ആണ്. നമുക്ക് കുമ്മായ എന്നൊക്കെ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ വീടിന്റെ ഒക്കെ സമയത്ത് കുമ്മായ പൊടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, വെള്ളക്കടറിലെ. അത് ഈ കാൽസ്യം ഓക്സൈഡിന്റെ പൗഡറാണ്. എന്നിട്ട് എന്ത് ചെയ്തു? റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ പേപ്പറിലെടുത്ത് നമ്മൾ സൊല്യൂഷൻ എടുത്ത്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തു ബീക്കറിൽ. എന്നിട്ട് എന്ത് ചെയ്തു? കാൽസ്യം ഓക്സൈഡ് പൊടി എടുത്ത് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ സൊല്യൂഷനിൽ ഒരു സൊല്യൂഷൻ എടുത്തു, ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്തു. അതൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിലേക്ക് നമ്മൾ റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ, അതായത് ചുവന്ന കളറിലെ ലിറ്റ്മസിന്റെ സൊല്യൂഷൻ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തു. അപ്പൊ എന്താ കണ്ടത്? റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ടേൺസ് ബ്ലൂ. ഓക്കെ, ഈ ലിറ്റ്മസ് സൊല്യൂഷൻ, ലിറ്റ്മസ് പേപ്പർ എന്നൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഈ ബേസിക് ക്യാരക്ടറിന്, അതായത് ബേസ് ആഡ് ചെയ്യുമ്പോൾ, ആസിഡ് ആഡ് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ചില കമ്പൗണ്ട്സ് ഉണ്ട്. ലിറ്റ്മസ് പേപ്പർ ആയിക്കോട്ടെ, റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ആയിക്കോട്ടെ. അപ്പൊ ഈ കമ്പൗണ്ട്സ് ആയിട്ട് ബേസ് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട്, ബേസ് അല്ലെങ്കിൽ ആസിഡ് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ കളർ മാറുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഒരു മാജിക് സാധനമാണെന്നൊന്നും വിചാരിക്കണ്ട. അതിലുള്ള കമ്പൗണ്ട്സിന്റെ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ എടുത്തത്? നമ്മളൊരു വാട്ടർ ബീക്കറിൽ എടുത്തു, അതിൽ കാൽസ്യം ഓക്സൈഡ് ഇട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്തു. അപ്പൊ എന്നിട്ട് കിട്ടുന്ന സൊല്യൂഷൻ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു? റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അപ്പൊ എന്ത് മനസ്സിലായി? റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ബ്ലൂ ആവുന്നു. അതിനർത്ഥം എന്താണ്? കാൽസ്യം ഓക്സൈഡിന്റെ സൊല്യൂഷൻ ഒരു ബേസിക് സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി. എന്തായിരിക്കും റിയാക്ഷൻ? കാൽസ്യം ഓക്സൈഡ് പ്ലസ് H2O gives calcium hydroxide, which is a base.
ഓക്കെ ആണല്ലോ? അപ്പൊ ഐഡന്റിഫിക്കേഷൻ സിമ്പിൾ ആയിട്ട് നമ്മൾ ലിറ്റ്മസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ ഇതാ ഒന്നും കൂടി ഞാൻ പറയാം. ബേസസ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആയിട്ട് കാണിക്കുന്ന ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? മെറ്റാലിക് ഓക്സൈഡ്സ്. മെറ്റൽസ് ഉള്ള ഓക്സൈഡ്സ് എന്താണ്? ജനറലി അതൊരു ബേസിക് ക്യാരക്ടർ കാണിക്കും. ജനറലി ഞാൻ പറഞ്ഞു, എപ്പോഴും അല്ല. കാരണം എന്താണ്? ഇപ്പം അലൂമിനിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ഇവരൊക്കെ എന്താണ്? ഇവർ ആസിഡ് ക്യാരക്ടർ കാണിക്കും, ബേസ് ക്യാരക്ടർ കാണിക്കും. അപ്പോൾ ആസിഡ് ക്യാരക്ടറും ബേസ് ക്യാരക്ടറും കാണിക്കുന്നതുകൊണ്ട് അവരെന്താണ്? അവർ ആംഫോടെറിക് ഓക്സൈഡ്സ് ആണ്. അവർ ആസിഡും അല്ല ബേസും അല്ല, രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്താണ്? ആംഫോടെറിക് ഓക്സൈഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അവരെന്താണ്? മെറ്റലിക് ഓക്സൈഡ്സ് ആണ്, പക്ഷെ അവർ ബേസിക് അല്ല, എൻറ്റയർലി ബേസിക് അല്ല. കുറച്ച് ബേസിക് ആണ്, കുറച്ച് അസിഡിക് ആണ്. ഓക്കെ, പിന്നെന്താണ് അടുത്ത ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്, ഫൈൻ ബേസിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് അതിൽ മെറ്റൽസ് ഉള്ള ആരൊക്കെ നോക്കുക. കെ ഉണ്ട്, പൊട്ടാസ്യം. പിന്നെന്താണ്? Mg ഉണ്ട്, അതും മെറ്റലാണ്. കാൽസ്യം ഉണ്ട്, അതും മെറ്റലാണ്. അപ്പൊ ഇതാ K2O, അതായത് പൊട്ടാസ്യം ഓക്സൈഡ്, MgO മഗ്നീഷ്യം ഓക്സൈഡ്, അതുപോലെ കാൽസ്യം ഓക്സൈഡ് Ca, ഇവർ മൂന്നാൾക്കാരാണ് ബേസിക് ഓക്സൈഡ്. ബാക്കി SO2, P2O5, NO2, സൾഫർ ഡയോക്സൈഡ്, ഫോസ്ഫറസ് പെന്റോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഇവരൊക്കെ എന്താണ്? അവരൊക്കെ ഇവർ മൂന്ന് പേര് ഞാൻ വേറെ തന്നെ മാറ്റിത്തരാം. അവരൊക്കെ ആരാണ്? അസിഡിക് ഓക്സൈഡ്സ് ആണ്. ബാക്കി ഇവര് മൂന്ന് പേരോ? ഇവര് മൂന്ന് പേരും ആരാണ്? അവർ ബേസിക് ഓക്സൈഡ്സ് ആണ്. എന്തുകൊണ്ടാണ്? അവര് മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. അസിഡിക് ഓക്സൈഡ്സ് എന്തുകൊണ്ടാണ്? അവർ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആൽക്കലിയുടെ മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ആൽക്കലിയുടെ കാര്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. എന്താണ്? കുറച്ച് ആൽക്കലീസിന്റെ കാര്യത്തിൽ ആൽക്കലീസ് എങ്ങനെയാണ് ജനറലി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആസിഡ്സ് നമ്മൾ പറഞ്ഞു, ആസിഡിന് കോമൺ ആയിട്ട് കുറച്ച് ആൾക്കാർ H+ ഉണ്ടെന്നൊക്കെ കണ്ടു. അപ്പൊ ആൽക്കലി നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇപ്പൊ ഞാൻ ഇതാ കുറച്ച് ഫൈൻഡ് ഫോർമുലാസ് അല്ല, ഫൈൻഡ് നെയിംസ് എന്ന് കുറച്ച് പേരുകൾ നിങ്ങൾ പഠിച്ചോ, ചുമ്മാ പഠിക്കുന്നില്ലേ? നെയിംസ് ഓഫ് ദ ഫോളോയിങ് ആൽക്കലീസ്. എന്തായിരിക്കും പേര്? NaOH സോഡിയം ഹൈഡ്രോക്സൈഡ്, CaOH ടോയ്സ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ്, KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഈ OH എന്ന സാധനം ഉണ്ടല്ലോ, OH- എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പേരിൽ, അതായത് കെമിക്കൽ ഫോർമുല ഉണ്ട്, നമുക്ക് എങ്ങനെ വിളിക്കാം അവരെ? നമുക്ക് ഹൈഡ്രോക്സൈഡ് എന്ന പേരിൽ വിളിക്കാം. എന്താണ്? ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇവരുടെ ഡിസോസിയേഷൻ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഞാൻ ഇത് ഓരോ ആളെ എഴുതിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ NaOH ഡിസോസിയേറ്റ് എന്തുണ്ടാവും? നമുക്ക് Na+ഉം OH- ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിന് പകരം നമുക്ക് CaOH ടോയ്സ് ആണെങ്കിലോ, CaOH ടോയ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? Ca2++ 2OH- കിട്ടും. ഇനി അടുത്ത NH4OH ആണെങ്കിലോ, NH4OH ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? NH4+ OH- കിട്ടും. അടുത്ത KOH ആണെങ്കിലോ, KOH ആണെങ്കിൽ K++ OH- കിട്ടും. അപ്പൊ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എന്താ കാണുന്നത്? OH- റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ്? NaOH ഒക്കെ ഡിസോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സോഡിയം വേറെ OH- ഏറെ ആയിട്ട് അങ്ങനെ ഡിസോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? ആൽക്കലീസ്, അതായത് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഏതൊരു ആൽക്കലി എടുത്താലും, ഏതൊരു ബേസ് എടുത്താലും, ഈ NaOH ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? Na+H2 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂട്ടം കിട്ടുന്നതാണ് NaOH+H2. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഓരോ ആൾക്കാരും വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അവരൊക്കെ കിട്ടുന്നത്. അപ്പൊ ഈ ഡിസോൾവ് ചെയ്ത ആൾക്കാരെ പിന്നെയും നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? OH- അയോൺ സെപ്പറേറ്റ് ആയി കിട്ടും. അപ്പൊ ഈ ഹൈഡ്രോക്സൈഡ് അയോൺസ് തരുന്ന ആൾക്കാർ നമുക്ക് പറയാം ആൽക്കലീസ്. എല്ലാ ബേസും OH- തരുമോ? ഇല്ല. എല്ലാ ബേസിലും ഇങ്ങനെ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അപ്പൊ എന്താണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയുന്ന കാര്യം എന്താണ്? ആൽക്കലീസ് ആർ വാട്ടർ സോല്യുബിൾ ബേസസ് ആൻഡ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഹൈഡ്രോക്സൈഡ് കോൺസെൻട്രേഷൻ ഇൻ വാട്ടർ. എന്താണ്? വാട്ടറിലുള്ള OH- അളവ് കൂട്ടുന്ന ആളാണ് ആര്? നമ്മുടെ ഹൈഡ്രോക്സൈഡുകൾ. അതായത് ആൽക്കലീസ് എന്താണ്? ഹൈഡ്രോക്സൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടും. അവരാണ് ആൽക്കലി. നമ്മൾ ആസിഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത്? ഇപ്പൊ HCl ഒക്കെ എടുക്കുവാണെങ്കിൽ എന്താണ്? HCl ഡിസോസ് ചെയ്തിട്ട് ആരുണ്ടാവും? H+ഉം Cl-ഉം. അവിടെ എന്താണ്? H+ ആണ് റിലീസ് ചെയ്യുന്നത്. ഇവിടെ ആരാ റിലീസ് ചെയ്യുന്നത്? ഇവിടെ OH- ആണ്. അപ്പൊ ആസിഡും ആൽക്കലിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇതാ നിങ്ങൾക്ക് അവസാനമായിട്ടുള്ള ഒരു കാര്യം. ആൽക്കലി, കുറച്ച് ആൽക്കലി തന്നിട്ടുണ്ട്. ഇവരുടെ ഫോർമുല കണ്ടുപിടിച്ചു. കോസ്റ്റിക് സോഡ. എന്താ കോസ്റ്റിക് സോഡ എന്ന് വെച്ചാൽ? കോസ്റ്റിക് സോഡ എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ഫോർമുല?
ഇന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് മിൽക്ക് ഓഫ് ലൈം എന്താണ്, കോസ്റ്റിക് പൊട്ടാഷ് എന്താണ്. ഇതിപ്പം പറയുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിന്റെ ഫോർമുല ഓർമ്മിച്ച് പറയാൻ പറ്റുമോ നോക്കുക. അപ്പൊ കോസ്റ്റിക് സോഡ എന്ന് വെച്ചാൽ എന്താണ്, NaOH അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, കെമിക്കൽ നെയിം സോഡിയം ഹൈഡ്രോക്സൈഡ്, ഫോർമുല NaOH. മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ CaOH ട്വൈസ്. കോസ്റ്റിക് പൊട്ടാഷ് എന്താണ്, KOH അഥവാ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആസിഡ്സ് എന്താണ്, ബേസസ് എന്താണ്, ആൽക്കലിയും ബേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇവരൊക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയി? നമുക്ക് ആസിഡ് എന്താണെന്ന് ഏകദേശം ക്ലിയർ ആയി. ആസിഡിന്റെ ടേസ്റ്റ് ഉണ്ട്, നമുക്ക് 4 വഴി നമ്മൾ പഠിച്ചു അല്ലേ. എന്തൊക്കെയാ 4 മെത്തേഡ്സ്? ഒന്നാമത് മെറ്റൽ കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ട്, അടുത്ത കാർബണേറ്റ്സുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് റിലേറ്റ് ചെയ്യും, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജനും, പിന്നെന്താണ് കാർബണേറ്റ്സുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും, പിന്നെന്താണ് ടേസ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് നോക്കുവാണെങ്കിൽ എന്താണ്, ഒരു സോർ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്ത എന്താണ്, അടുത്ത നമ്മളത് ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടാണെങ്കിൽ എന്താണ്, ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ എന്താണ്, ബ്ലൂവിനെ റെഡ് ആക്കുന്നത് കണ്ടു അല്ലേ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, കമ്പോണന്റ് ആയിട്ട് ആരുണ്ട്, H+ ആണ് മെയിൻ കമ്പോണന്റ് എന്ന് കണ്ടു. പിന്നെ നമ്മൾ ബേസ് പഠിച്ചപ്പോൾ എന്ത് കണ്ടു, ബേസിനെ നമ്മൾ കണ്ടു എന്താണ്, ബേസിൽ OH- എന്ന് പറയുന്നത് ബേസിന് എന്താണ്, ഒരു ബിറ്റർ ടേസ്റ്റ് ആണെന്ന് കണ്ടു അല്ലെ, ബിറ്റർ ടേസ്റ്റ് ആണെന്ന് കണ്ടു. പിന്നെന്താണ്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നെന്ന് കണ്ടു. ഓക്കെ, പിന്നെ നമ്മൾ അവസാന ആൽക്കലി എന്താണെന്ന് കണ്ടു, ആൽക്കലി എന്താണ്, OH- റിലീസ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, പിന്നെന്താണ്, വാട്ടർ സോല്യുബിൾ ബേസ് ആണെന്ന് കണ്ടു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആസിഡ് റെയിനും കൂടി ഡിസ്കസ് ചെയ്തു. എന്താണ്, നമ്മൾ ഈ ഫോസിൽ ഫ്യൂവലും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് നമ്മുടെ മഴവെള്ളമായിട്ട് ചേർന്നിട്ട് അവർ ആസിഡായി മാറിയിട്ട് ഭൂമിയിലേക്ക് വരുന്നതിന് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയാം. അതിന്റെ കുറച്ച് കുഴപ്പങ്ങളും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പൊ ഇനി നമ്മൾ ആസിഡും ബേസും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്തതിന് എന്താണ്, നമുക്ക് സോൾട്ടുകൾ എന്താണെന്ന് കാണണം. അതുപോലെ തന്നെ ആസിഡും ബേസും ക്യാരക്ടറൈസ് ഇതിലും കുറച്ചുകൂടി ഇങ്ങനെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നമുക്ക് എല്ലാ പ്രാവശ്യവും നടത്താൻ പറ്റുമോ? ഇല്ല, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വഴി നോക്കണം. അപ്പൊ ആ ഒരു കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ് pH സ്കെയിൽ. ഓക്കെ, അതായത് pH വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം, ആസിഡ് ആണോ ബേസ് ആണോ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് പറയാം. ഒരു മെഷർമെന്റ് ആണ്, 1 to 14 വരെയുള്ള ഒരു മെഷർമെന്റിൽ ആ നമ്പർ വെച്ചിട്ട് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയും. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമ്മളത് പറയും. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കണ്ടാലോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ കൂടി ഞാൻ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Manorama Horizon, learning made simple.